Hello, my dear students. Welcome to KT Online Study App. നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് KTU 2024 സ്കീമിലെ ഗ്രൂപ്പ് ബി സ്റ്റുഡൻസിന് പഠിക്കാനുള്ള S3 ഒരു സബ്ജക്റ്റ് ആണ് അനലോഗ് സർക്യൂട്ട്സ്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കമൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അനലോഗ് സർക്യൂട്ട് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ തുടങ്ങി കാണുമല്ലേ, കോളേജിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ സബ്ജക്ട്സിനെ പറ്റിയും ജസ്റ്റ് ഒരു ഏറെക്കുറെ ഒരു 1 വീക്ക് ക്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലേ. അപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും ഓരോ സബ്ജക്ട്സും എങ്ങനെയാണെന്ന് അല്ലേ. അപ്പൊ നമ്മൾ പ്രീവിയസ്ലി ഒരു ഫ്യൂ ഡേയ്സ് ബാക്ക് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് SSD ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതിന്റെ ആ ഒരു സീരീസിന്റെ ഭാഗമായിട്ട് നമ്മുടെ സെക്കൻഡ് സബ്ജക്റ്റ് ആയ അനലോഗ് സർക്യൂട്ട്സിന്റെ ലെക്ചറാണിത്. അപ്പൊ നമ്മുടെ അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പൊതുവേ S3 കയറുന്ന എല്ലാ കുട്ടികളും ഒരേപോലെ ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ്. കാരണം എന്താന്ന് പറയുമ്പോൾ അനലോഗ് സർക്യൂട്ട്സ് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ തിയറിറ്റിക്കൽ സബ്ജക്ട് അല്ലെ. നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെയും അതിന് മുന്നത്തെയൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈവൻ ഇഫ് നിങ്ങൾ ഇതിന്റെ ഒരു ബുക്ക് നോക്കുകയാണെങ്കിൽ അത് കാണുന്നത് കുറേ ഡെറിവേഷൻ കൈൻഡ് ഓഫ് സ്റ്റെപ്സ് ആണെങ്കിൽ പോലും ഇത് ആക്ച്വലി ഒരു പ്യുവർലി പ്രോബ്ലമാറ്റിക് പേപ്പർ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ കഴിഞ്ഞ സെമിൽ നിങ്ങൾ എന്ത് പഠിച്ചു? നെറ്റ്വർക്ക് തിയറി പഠിച്ചില്ലേ? ആ നെറ്റ്വർക്ക് തിയറിയുടെ ഒരു എക്സ്റ്റൻഷൻ സബ്ജക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ പഠിക്കുന്ന അനലോഗ് സർക്യൂട്ട്സ്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾ ഈ സെമിൽ പഠിക്കുന്ന SSD ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. കാരണം SSDയിൽ നമ്മൾ ഒരു ഡിവൈസ് എടുത്താൽ അല്ലെ, ഒരു ഡയോഡ് അല്ലെങ്കിൽ എന്താണ് ഒരു പി ജംഗ്ഷൻ ഡയോഡോ ട്രാൻസിസ്റ്റർ എടുത്തിട്ട് അതിന്റെ ഫാബ്രിക്കേഷൻ സൈഡും അതിന്റെ ഒരു ഹാർഡ്വെയർ സൈഡും അല്ലെ, അതിന്റെ ഇന്റേണൽ കറണ്ടിന്റെ മോഷനും നിങ്ങൾ അവിടെ പഠിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആ ഡയോഡിനെ എടുത്തിട്ട് അല്ലെ അതിന്റെ അനാലിസിസ് പാർട്ട് നമ്മളിവിടെ പഠിക്കാൻ പോവാണ്. അതിന്റെ ഗെയിൻ സൈഡ്, ഇംപിഡൻസ് സൈഡ് എന്താണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്. സെയിം തിങ് ഇസ് ആപ്ലിക്കബിൾ ഫോർ ട്രാൻസിസ്റ്റർ തിയറി ഓൾസോ. അപ്പൊ ഈ SSDയും ECയും നമ്മൾ പാരലലി കൊണ്ടുപോയിട്ട് 2 സബ്ജക്ട്സ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരേ സെമ്മിൽ വന്നിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും അനലോഗ് സർക്യൂട്ട്സ് ഒത്തിരി കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് എന്ന് പറയാൻ റീസൺ ഇതിന്റെ കറക്റ്റ് ഫണ്ടമെന്റൽ, അതായത് മോഡ്യൂൾ 1 നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, കാരണം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ഒരു ഫൗണ്ടേഷൻ സബ്ജക്റ്റ് ആണിത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി നമ്മുടെ നെറ്റ്വർക്കിൽ പഠിച്ച കുറച്ച് നമ്മുടെ സർക്യൂട്ട് അനാലിസിസിന്റെ ഫണ്ടമെന്റൽസ് അറിയണം. അതായത് നമ്മുടെ മെഷിന്റെ ആ ഒരു റൂൾ എഴുതുന്നത്, KVL റൂൾ എഴുതുന്നത് അല്ലെ, ഒരു വോൾട്ടേജ് ഡിവിഷൻ റൂൾ എങ്ങനെ എഴുതാൻ പറ്റും, കറണ്ട് ഡിവിഷൻ റൂൾ എങ്ങനെ എഴുതാൻ പറ്റും, പിന്നെ നമ്മുടെ കുഞ്ഞു എന്താണ് കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഇൻഡക്ടറിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള എനർജി സ്റ്റോർഡ് ഇക്വേഷൻസ് അറിയണം. അതുപോലെ എന്താ അറിയണം, അതിന്റെയൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. എവിടെ പഠിച്ചിരുന്നു? നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് IEEE എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ പഠിച്ചിരുന്നതൊക്കെ. അപ്പൊ ആ വക കുറച്ച് ബേസിക് സ്റ്റെപ്സ് ഇതിൽ ആവശ്യമാണ്. പക്ഷെ എന്നാലും ഡിഫിക്കൽട്ട് എന്ന് പറയാൻ റീസൺ കാരണം നമ്മൾ ഇവിടെ ബേസിക്കലി അനാലിസിസ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന അനാലിസിസ് ആയിരിക്കും, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വേറൊരു രീതിയിലാണ്. ന്യൂമറിക്കലി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റാണ്ടായി പോകും. അതിന്റെ റീസൺ നമ്മൾ ബാക്കി എല്ലാ സബ്ജക്റ്റും പഠിക്കുമ്പോൾ ഇത് കുറച്ച് ഡെറിവേഷൻസ് ആണ്, അതൊന്നും കാണാണ്ട് പഠിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ്ലി എഴുതാൻ പോയാൽ നമുക്ക് ജയിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നതിനുള്ള തെറ്റാണ്. മനസ്സിലായോ? കാരണം ഇവിടെ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് എക്സാമിന് 2 ദിവസം മുന്നെയോ ഒരാഴ്ച മുന്നേ പോലും ഇരുന്ന് പഠിച്ചു തീർക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കരുതലോടെ തന്നെ ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ ഈ ക്ലാസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ കൂടെ പഠിച്ചു തുടങ്ങിക്കോളുക. ഓക്കെ, അപ്പൊ കാരണം ഫസ്റ്റ് നമ്മുടെ സീരീസിന് മുന്നേ നമ്മൾ 2 മോഡ്യൂൾ കവർ ചെയ്തിട്ട് എൻ്റെ മാരത്തനൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഞാൻ പഠിപ്പിക്കുന്ന മോഡിലോട്ട് കറക്റ്റ് നിങ്ങൾ പോവുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് S ഗ്രേഡ് തന്നെ, നമ്മുടെ A ഗ്രേഡ് തന്നെ കിട്ടാൻ അല്ലെങ്കിൽ ഒരു O ഗ്രേഡ് തന്നെ കിട്ടാനുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടാവും. മനസ്സിലായോ? അനലോഗ് സർക്യൂട്ട്സിനെ സംബന്ധിച്ച് എൻ്റെ കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ KT ഓൺലൈൻ സ്റ്റഡി ആപ്പിൽ പഠിച്ച ഒരു കുട്ടികൾക്കും അവർക്കൊരു നെഗറ്റീവ് മാർക്കിംഗ് വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ, എല്ലാവരും പാസ്സായിട്ടുകൊണ്ട് പാസ്സാവുന്നതിലുപരി എല്ലാവർക്കും ഏറ്റവും ടോപ്പസ്റ്റ് ഗ്രേഡ് തന്നെ എമംഗ് ദിയർ ക്ലാസ് കോളേജ് കിട്ടിയിട്ടേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നതിൽ ഈ സബ്ജക്റ്റില് എനിക്ക് 100% പാസ് പെർസെൻറ്റേജ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഈ കാണുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് പേടിക്കേണ്ട. നിങ്ങൾ കോളേജിൽ പോയ ശേഷം ഈ സബ്ജക്ട് കണ്ട ശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നതൊക്കെ ഡിഫിക്കൽട്ടി ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഡോണ്ട് വറി, എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചു പോവാ, നിങ്ങളെ പാസ്സാക്കി നല്ല മാർക്കോട് കയറ്റി വിടുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് മൈ ഡ്യൂട്ടി. നിങ്ങൾ കൂടെ ഇരുന്ന് പഠിച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ സെയിങ് ദാറ്റ് നമുക്ക് സബ്ജക്റ്റിലോട്ട് കയറാം. ഈ സബ്ജക്റ്റിൽ നമുക്ക് വരുന്ന മെയിൻലി എത്ര മോഡ്യൂളാണ്? 4 മോഡ്യൂളാണ് വരുന്നത് അല്ലെ. അപ്പൊ 4 മോഡ്യൂളിലും ജസ്റ്റ് ഒരു അനാലിസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. മോഡ്യൂൾ 1 നമ്മൾ ബേസിക്കലി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 1 ആണ്. അപ്പൊ അതിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെ പറ്റിയാണ്. നിങ്ങൾ മുന്നേ കേട്ടിട്ടില്ല, ഇറ്റ്സ് ഓക്കെ. ഇതിൽ പഠിക്കുന്ന എല്ലാം നിങ്ങളുടെ പുതിയ സംഭവങ്ങളാണ്. ഒന്നും നിങ്ങൾ നേരത്തെ പഠിച്ചതുമായിട്ട് ഒരു കണക്ഷൻ നിങ്ങൾക്ക് തോന്നത്തില്ല, ബട്ട് ഇറ്റ്സ് ഫൈൻ.
കാരണം ഇതൊരു ഫണ്ടമെന്റൽ സബ്ജക്റ്റ് ആണ് അല്ലെ. ഇത് തുടങ്ങി ഇനി ഫർദർ അങ്ങോട്ട് പഠിക്കാൻ നിങ്ങളുടെ അടുത്ത സെമ്മില് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് സബ്ജക്ട് വരും. അത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ LIC ആ സബ്ജക്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ സിൻസ് ദിസ് ഇസ് എ ന്യൂ സബ്ജക്ട് നിങ്ങൾക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ സിസ്റ്റമാറ്റിക്കലി പഠിച്ചു പോവാം, ഇറ്റ് വോണ്ട് ബി എൻ ഇഷ്യൂ. ഓക്കെ, ഇന്നത്തെ ഈ ഒരു ലെക്ചർ കണ്ടു തീർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സബ്ജക്ട് പഠിക്കാനുള്ള കോൺഫിഡൻസ് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ഓക്കെ, ആൻഡ് ക്ലാസ് കണ്ട ശേഷവും നിങ്ങളുടെ റിവ്യൂസും കമന്റ്സും തീർച്ചയായിട്ടും കാണുന്ന നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. ഓക്കെ, എനിത്തിങ് യു ക്യാൻ ഹാവ് യു വോണ്ട് യു ക്യാൻ ആസ്ക്. ഓക്കെ, അപ്പൊ മോഡ്യൂൾ 1 വി വിൽ സ്റ്റാർട്ട് വിത്ത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സും BJT MOSFET എന്ന് പറയുന്ന രണ്ട് ഡിവൈസസിന്റെയും ബയാസിംഗും ആയിരിക്കും പഠിക്കുന്നത്. സ്കെയിലിംഗ് അല്ല, ബയാസിംഗ് ആണ് കേട്ടോ. ബയാസിംഗ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. പിന്നെ സെക്കൻഡ് മോഡ്യൂളിൽ വന്നിട്ട് നമ്മൾ BJT ആംപ്ലിഫയേഴ്സിനെ പറ്റിയും MOSFET ആംപ്ലിഫയേഴ്സിനെ പറ്റിയും പഠിക്കും. തേർഡ് മോഡ്യൂളിൽ വന്ന് ഫീഡ്ബാക്ക് ആംപ്ലിഫയറും ഓസിലേറ്ററിനെ പറ്റി പഠിക്കും. ലാസ്റ്റ് മോഡ്യൂളിൽ വന്നിട്ട് നമ്മൾ പവർ ആംപ്ലിഫയറിനെയും വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെയും പറ്റിയും പഠിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മൊത്തം സബ്ജക്റ്റിന്റെ ആ ഒരു ഹൈറാർക്കി പോകുന്നത്. ആൻഡ് എമംഗ് ദാറ്റ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡ്യൂൾ ഏതാണ്? മോഡ്യൂൾ 1 ആണ്. ഓക്കെ, സോ മോഡ്യൂൾ 1 വന്നിട്ട് നമുക്ക് ഇനീഷ്യലി ഈ നമ്മുടെ എൻറ്റയർ മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ബേസിക്കലി ഡിവൈഡഡ് ഇൻടു 2 കാറ്റഗറി. അതായത് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇറ്റ്സ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സും സെക്കൻഡ് കാറ്റഗറി വന്നിട്ട് BJT ആൻഡ് MOSFET ബയാസിംഗും ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ മോഡ്യൂളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം, 3 മാർക്ക് ആയിരിക്കും. പാർട്ട് ബിയിൽ വരുമ്പോഴേക്കും നമുക്ക് ആക്ച്വലി ഇവിടെ കണ്ടോ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിൽ നമുക്ക് ഇവിടെ ഒരു ഡെറിവേഷൻ, അതായത് ഈതർ RC ഡിഫറൻഷിയേറ്റിംഗ് അല്ലെങ്കിൽ RC ഇന്റഗ്രേറ്റിംഗ് സർക്യൂട്ടിന്റെ ഒരു ഡെറിവേഷനും വരും. അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഒരു കറസ്പോണ്ടിങ് ന്യൂമറിക്കലും വരും. മനസ്സിലായോ? അപ്പൊ അതായിരിക്കും എവിടെ നിന്ന് ചോദിക്കാൻ പോകുന്നത്, ഈ ഒരു സെക്ഷനിൽ ചോദിക്കാൻ വന്ന ക്വസ്റ്റ്യൻ. പിന്നെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് ഉറപ്പായിട്ട് കാണാൻ പറ്റുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഈ ക്ലിപ്പേഴ്സ് ആൻഡ് ക്ലാമ്പേഴ്സ് നിന്നിട്ട്. അതായത് ഈതർ നമുക്ക് തന്നേക്കുന്ന ഒരു ഇൻപുട്ട് സിഗ്നൽ ഇതുപോലെ തന്നേക്കും, എന്നിട്ട് ഇതൊരു ക്ലിപ്പറിലോട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് എന്താണ്, അല്ലെങ്കിൽ ഇതൊരു ക്ലാമ്പറിലോട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിക്കുന്ന കേസ് ഉണ്ട്. അപ്പൊ അതാ ഇവിടെ ചോദിക്കുന്നത് ക്ലിപ്പർ ഓർ ക്ലാമ്പർ. അപ്പൊ ഇവിടെ നിന്ന് ഒരു ന്യൂമറിക്കൽ ആയിട്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അത് തിയററ്റിക്കൽ ആയിരിക്കില്ല. പക്ഷെ ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് ഇവിടെ ഒരു നമുക്ക് സാധാരണ കേസിൽ ഒരു ഡെറിവേഷൻ ചോദിക്കാണ്ടിരിക്കാം, രണ്ട് രീതിയിലും ചോദിക്കാം. പക്ഷെ ഒരു ന്യൂമറിക്കൽ ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് വരും. പിന്നെ സെക്കൻഡ് സെക്ഷൻ BJT അല്ലെങ്കിൽ MOSFET ബയാസിംഗിൽ വരുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പാർട്ട് എയിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന സംഭവമാണ് എന്താണ് DC ലോഡ് ലൈൻ, ബയാസിംഗിന്റെ നീഡ് എന്താണ്, ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്താണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ പറ്റും. പിന്നെ പാർട്ട് ബിയിലേക്ക് വരുമ്പോഴേക്കും ഈ ബയാസിംഗ് ഉണ്ടോ, ഫിക്സഡ് ബയാസ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഇവിടെ എഴുതിക്കുന്നുണ്ടോ ഡിസൈൻ ആൻഡ് അനാലിസിസ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതിന്റെ ന്യൂമറിക്കൽ ചോദിക്കും. അതായത് നിങ്ങൾക്ക് ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട് തന്നിട്ട് അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കും. ഫൈൻഡ് ദിസ് കറന്റ്, ഫൈൻഡ് ദിസ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ നിന്ന് ചോദിക്കാൻ പോകുന്ന പാർട്ട് ബിയിലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് മോഡ്യൂളിൽ മാത്രം കണ്ടോ എത്ര ന്യൂമറിക്കലാണ് വരുന്നത്? ഇവിടെ നിന്ന് ഒരു ന്യൂമറിക്കൽ വരും, ഈതർ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ. അതുപോലെ ഇവിടെ നിന്ന് ഒരു ന്യൂമറിക്കൽ വരും, അതുപോലെ ഇവിടെ നിന്ന് ന്യൂമറിക്കൽ. 3 മെയിൻ പാർട്ട് ബിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക 9 മാർക്കാണ്. 9 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക ദിസ് ഇസ് പ്രാക്ടിക്കലി എന്താണ്, അല്ലെങ്കിൽ ലിറ്ററലി ഒരു അനാലിസിസ് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് പേപ്പർ ആണ്. സോ ആ രീതി തന്നെ ഹാൻഡിൽ ചെയ്യാം. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് മോഡ്യൂൾ 1. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് മോഡ്യൂൾ 2 നമുക്കുണ്ടാവും, മോഡ്യൂൾ 3 ഉണ്ടാവും ആൻഡ് 4 ഉണ്ടാവും. അപ്പൊ ഇത്ര ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ ഈ സബ്ജക്ട് തീരും. ആൻഡ് നോട്ട് ജസ്റ്റ് ഫോർ നമ്മുടെ KTU, നിങ്ങളുടെ BTechന് മാത്രമല്ല, നിങ്ങളൊക്കെ ഹയർ സ്റ്റഡീസിനൊക്കെ നോക്കുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗേറ്റ് ഇസ് എൻ ഓപ്ഷൻ ഫോർ യു. ഓക്കെ, അപ്പൊ ഗേറ്റിന്റെ ക്ലാസ്സസും നമുക്ക് ഇവിടെ പാരലി റൺ ചെയ്യാണ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു സെക്കൻഡ് ഇയർ സ്റ്റുഡൻസോ തേർഡോ ഫോർത്ത് ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഗേറ്റ് എക്സാമിനെയൊക്കെ സംബന്ധിച്ച് ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണ്. നിങ്ങൾ ഇനിയിപ്പോൾ ഏതൊരു ഇന്റർവ്യൂ പോയാൽ പോലും, ഇപ്പൊ എന്താണ് ബെല്ലിലോ അല്ലെങ്കിൽ ഇസ്രോയുടെ ഒക്കെ ഒരു ഇന്റർവ്യൂക്ക് നമ്മൾ പോകുമ്പോൾ പോലും അവരൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ കുഴപ്പിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റും അവർക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് ആ ഏരിയയിൽ റെലവെന്റ് ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റുമാണ് EC. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിന്റെ ആ ഒരു എക്സ്റ്റെൻസീവ്നെസ് അറിഞ്ഞ് തന്നെ നമ്മൾ മുന്നോട്ട് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മോഡ്യൂൾ 1 പാർട്ട് 1 ഓഫ് അനലോഗ് സർക്യൂട്ട് ആണ്. അപ്പൊ എപ്പോഴും ഞാൻ പഠിപ്പിക്കും പോലെ തന്നെ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി തന്നെ മുന്നോട്ട് പോവാം. സോ മോഡ്യൂൾ 1 ഇന്നേ വരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും ചോദിക്കുന്നത്, പക്ഷെ ഈ പാറ്റേൺ ആണ്. അപ്പൊ നോക്കി മോഡ്യൂൾ 1 കണ്ടോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, എന്താണ്, ഡിറൈവ് ദ കണ്ടീഷൻ ദാറ്റ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ബൈ an RC സർക്യൂട്ട് ടു ബിഹേവ് ആസ് എ ഡിഫറൻഷിയേറ്റർ. അപ്പൊ ഇതൊരു
എന്താണ് ഡെറിവേഷൻ പാർട്ടാണ് നമ്മൾ പഠിക്കും. പക്ഷേ എലോങ് വിത്ത് ദാറ്റ് ന്യൂമറിക്കൽ കണ്ടോ, ഒരു ന്യൂമറിക്കലായിട്ട് അതിന് ചോദിച്ചേക്കും. ഇങ്ങനെയായിരിക്കും വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വോൾട്ടേജ് ഡിവൈഡർ ബയാസിന്റെ അതിന്റെ ന്യൂമറിക്കൽ ചോദിക്കാം. പിന്നെ കണ്ടോ DC ലോഡ് ലൈനും ഓപ്പറേറ്റിംഗ് പോയിന്റും കൂടെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത് മൾട്ടിപ്പിൾ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈസ് ടൈം ഓഫ് എ ലോ പാസ് സർക്യൂട്ട് ആൻഡ് ഹൗ ഇസ് ഇറ്റ് റിലേറ്റഡ് ടു 3 dB ഫ്രീക്വൻസി. അപ്പൊ അത് കാണുമ്പോൾ വിചാരിക്കും നമ്മൾ ഡെറിവേഷൻ ആണ്, കാണുമ്പോൾ തോന്നുന്നത് അതൊരു തിയറിറ്റിക്കൽ പാർട്ടാണ്, പക്ഷെ ആക്ച്വലി ഒരു അനാലിസിസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ആൻഡ് സിമിലർലി ഡിസൈൻ എ ക്ലിപ്പർ സർക്യൂട്ട്, സ്കെച്ച് ദ ഔട്ട്പുട്ട് വേവ് ഫോം, ഡിസൈൻ എ സ്യൂട്ടബിൾ സർക്യൂട്ട്. അതുപോലെ കണ്ടോ എക്സ്പ്ലെയിൻ ക്യൂ പോയിന്റ്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ആൻഡ് സ്കെച്ച് ദ വേവ് ഫോം, ഡിറൈവ് ദ സ്റ്റെബിലിറ്റി ഫാക്ടർ. അതുപോലെ ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടോ, വാട്ട് ഇസ് തേർമൽ റൺവേ, ഡിസൈൻ എ ക്ലിപ്പർ സർക്യൂട്ട്, ഇതൊരു ന്യൂമറിക്കൽ ആണ്. അതുപോലെ ക്ലാമ്പർ സർക്യൂട്ട്. അപ്പൊ ബേസിക്കലി എല്ലാ ക്വസ്റ്റ്യനും കണ്ടോ ഡിസൈൻ എല്ലാം ഡിസൈൻ മീൻസ് അതിന്റെ മീനിങ് എന്താണ്, നമ്മൾ ആ സർക്യൂട്ടിനെ ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലായി, ഒരു ഫുൾ സർക്യൂട്ട് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള എല്ലാ കമ്പോണൻസിന്റെ വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക എന്നാണ് മീനിങ് വരുന്നത്. സോ ഡിസൈൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ മോസ്റ്റ്ലി നമ്മൾ കാണാൻ പോകുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് എന്താണ് മോഡ്യൂൾ 1 ഞാൻ കാണിച്ച ടോപ്പിക് ഓർക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ് നമ്മൾ ചാപ്റ്റർ 1 ആൻഡ് നമ്മുടെ ഡയോഡ് എന്ന് പറയുന്നത് ചാപ്റ്റർ 2ഉം ഇത് ചാപ്റ്റർ 3 ആയിട്ടായിരിക്കും ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. സോ ബേസിക്കലി യു ഹാവ് 3 ചാപ്റ്റേഴ്സ് ഇൻ ദിസ് മൊഡ്യൂൾ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്താണ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, വേവിനെ ഷേപ്പ് ചെയ്യുന്ന സർക്യൂട്ട്. അതായത് നാച്ചുറലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സിഗ്നൽസും എന്താണ് കണ്ടിന്യൂസ് ഫോമിലാണ്. അതായത് ഇങ്ങനെ വരും, നമുക്കൊരു അനലോഗ് സിഗ്നൽ ഫോമിലായിരിക്കും ഇരിക്കുന്നത്. ഒരു അനലോഗ് സിഗ്നലോ അല്ലെങ്കിൽ സൈനസോയിഡലോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് സിഗ്നൽ ഫോമാറ്റിലായിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ ലാബ് തന്നെ ഇരിക്കട്ടെ അല്ലേ, ഇപ്പൊ അനലോഗ് സർക്യൂട്ടിന്റെ ലാബ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ലാബിൽ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് നമ്മളൊരു സിഗ്നൽ ജനറേറ്റർ എന്ന് പറയും. മനസ്സിലായോ? ആ സിഗ്നൽ ജനറേറ്റർ നമ്മൾ അതിൽ ഓപ്ഷൻ ഉണ്ട്, അത് മാറ്റി മാറ്റി കൊടുക്കുമ്പോഴേക്കും നമുക്ക് സൈനസോയിഡൽ സിഗ്നൽ കിട്ടും, ട്രയാങ്കുലർ കിട്ടും, സ്ക്വയർ കിട്ടും. സോ വി ക്യാൻ ചേഞ്ച് ഇറ്റ്. അപ്പൊ ആ ഡിവൈസ് ശരിക്കും എന്താ ചെയ്യുന്നത്, നമുക്ക് നാച്ചുറലി ഒക്കർ ആവുന്ന സിഗ്നൽ എന്താണ്, സൈൻ ആണ്. അതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രൂപത്തിലുള്ള സ്ക്വയർ സിഗ്നൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ സിഗ്നൽ ആയിട്ടോ, മനസ്സിലായോ, ഈ വക രീതിയിൽ നമുക്ക് മാറ്റി മാറ്റി ആ ഡിവൈസിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സോ ദാറ്റ് ഡിവൈസ് ഇസ് ബേസിക്കലി വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് അല്ലേ. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള സിഗ്നലിനെ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ അനുസരിച്ച് മാറ്റി മാറ്റി തരുന്ന ഡിവൈസിന്റെ പേരാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, വേവ് ഷേപ്പിങ്ങിന്റെ ആവശ്യങ്ങളൊക്കെ എന്താ വരുന്നത്, ഒരു വേവ് ഫോമിനെ വേറെ രീതിയിലോട്ട് ആക്കുക, ഇല്ലെങ്കിൽ എനിക്ക് ഒരു സിഗ്നലിന് ഒരു പോർഷൻ വേണ്ട, അത് അൺവാണ്ടഡ് ആണ്, അതിനെ മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ സിഗ്നലിന്റെ ക്വാളിറ്റി ഇംപ്രൂവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ സിഗ്നലിൽ കണ്ടെയ്ൻ ചെയ്തേക്കുന്ന നോയിസസോ എന്തെങ്കിലും അൺവാണ്ടഡ് ഡിസ്റ്റോർഷൻസോ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയുക. പിന്നെ നമുക്ക് ഷാർപ്പായിട്ടുള്ള പൾസസ് കിട്ടാൻ വേണ്ടി, അതായത് ഇങ്ങനെ വരുന്ന ഷാർപ്പ് പൾസസ് ഒക്കെ ഉണ്ട്, ഷേപ്പിങ്ങിന് വരുന്നത് കണ്ടപ്പോൾ ഇതൊക്കെ ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയും, അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഇമ്പൾസസ് എന്ന് പറയും. അപ്പൊ അത് ഒപ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിനൊക്കെ എക്സസീവ് ആയിട്ട് വരുന്ന വോൾട്ടേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിന്റെ ഒട്ടനവധി യൂസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇനി നമ്മുടെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നോക്കിയേ, നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും, ഇത് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോംസ് ആണ്, ഔട്ട്പുട്ട് വേവ് ഫോം ഉണ്ട്, സർക്യൂട്ട് യൂസ്ഡ് ഉണ്ട്. അതായത് നമുക്കൊരു ഇൻപുട്ട് വേവ് ഫോം സ്ക്വയർ വേവ് കൊടുത്താൽ ഔട്ട്പുട്ട് വേവ് ഫോമിനെ, ഈ സ്ക്വയറിനെ ഷാർപ്പായിട്ടുള്ള പൾസസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ്, ആ സർക്യൂട്ടിനെയാണ് ഞാൻ RC ഡിഫറൻഷിയേറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായി? ഇപ്പൊ ഇവിടെ കാണാം ഈ സർക്യൂട്ട് നിങ്ങൾ നോക്കിയേ, ദിസ് ഇസ് എ സ്ക്വയർ വേവ് ഫോം ആണല്ലോ, ഇങ്ങനെ പോകുന്നുണ്ട് സ്ക്വയർ വേവ് ഫോം. ആ സ്ക്വയറിനെ ഈ ഡിഫറൻഷിയേറ്റർ എന്ന് പറഞ്ഞ ഡിവൈസിലോട്ട് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഷാർപ്പായിട്ടുള്ള പൾസസ് കണ്ടോ, നെഗറ്റീവ്, ഇത് പോസിറ്റീവ് പൾസ്, ഇത് നെഗറ്റീവ് പൾസ്, പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ കിട്ടും. ക്ലിയർ അല്ലേ? അതേപോലെ ഒരു RC ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടർ എന്താ ചെയ്യുന്നത്, ഒരു സ്ക്വയർ വേവ് ഫോം ഉണ്ടെങ്കിൽ കണ്ടോ, ഇതൊരു സ്ക്വയർ വേവ് ഫോം അല്ലേ, അതിനെ ഞാൻ ഒരു RC ഇന്റഗ്രേറ്ററിൽ കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് ട്രയാങ്കുലർ വേവ് ഫോം ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ അനദർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ഉണ്ട്, ക്ലിപ്പർ എന്താ ചെയ്യുന്നത്, ഇപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ ഒരു സൈനസോയിഡൽ ഇൻപുട്ട് കൊടുത്താൽ എനിക്ക് പറയാൻ പറ്റും, ഇപ്പൊ എനിക്ക് മൊത്തം സൈനും വേണ്ട, എനിക്ക് ഇത്രയും വരെ കട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള സൈൻ സിഗ്നൽ മതി. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നുണ്ടോ, ഇത്രയും ഭാഗം കട്ടായി പോയിരിക്കുന്നുണ്ടോ. ഓക്കെ, അപ്പൊ അതാണ് ക്ലിപ്പറിൽ സൈൻ വേവ് കൊടുത്താൽ എനിക്ക് ക്ലിപ്ഡ് സൈൻ കിട്ടും. അതുപോലെ ക്ലാമ്പർ എന്താണ്, സൈനിനെ കൊടുത്താൽ ഷിഫ്റ്റഡ് സൈൻ കിട്ടും. അതായത് ഇവിടെ കണ്ടോ, അപ്പൊ ഇതാണ് ഞാൻ എന്റെ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തത്.
അല്ല ഇൻപുട്ട് കൊടുത്താൽ ഇത് ക്ലാമ്പറിൽ കൊടുത്താൽ എന്ത് ചെയ്യും? ക്ലാമ്പർ ഈ മൊത്തം സിഗ്നലിനെയും ഷിഫ്റ്റ് ചെയ്ത് കണ്ടോ മേലോട്ട് ഇങ്ങനെ ആക്കും. അതായത് ഈ സിഗ്നലിനെ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടാക്കും, മേലോട്ടാക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഒരു ക്ലാമ്പർ ചെയ്യുന്നത്. മനസ്സിലായി? എൻ്റയർ സിഗ്നലിനെയും ഷിഫ്റ്റ് ചെയ്ത് മേലോട്ട് താഴോട്ട് കൊണ്ടുപോകാം. അപ്പൊ അതാണ് ആരുടെ ഒരു യൂസ് എന്ന് പറയുന്നത്? ക്ലാമ്പർ. അപ്പൊ മെയിൻലി ഈ ഒരു മോഡ്യൂളിന്റെ ആ ചാപ്റ്റർ 1-ലും ചാപ്റ്റർ 2-ലുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്രയും കോമ്പണൻസ് ആണ്. മനസ്സിലായോ? ഇൻഡിഫറൻഷിയേറ്റർ, ഇന്റഗ്രേറ്ററും ക്ലിപ്പറും ക്ലാമ്പറും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ വിൽ സ്റ്റാർട്ട് വിത്ത് എന്താണ്? ഇനീഷ്യലി നമുക്ക് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഉണ്ട്, നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്നും പറയാൻ പറ്റും. എന്താണ് അപ്പോൾ ഒരു ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്? ലീനിയർ എന്ന് പറയുന്നതും നോൺ ലീനിയർ എന്ന് പറയുന്നത് എന്തിൽ വ്യത്യാസം വരുമെന്ന് അറിയാമോ? നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പണൻസിൽ വ്യത്യാസമാണ്. അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കോമ്പണൻസ് ലൈക്ക് എന്താണ്? വി ഹാവ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ അല്ലെ? നമുക്ക് റെസിസ്റ്റർ ഉണ്ട്, നമുക്ക് കപ്പാസിറ്റർ ഉണ്ട്, നമുക്ക് ഇൻഡക്ടർ ഉണ്ട്. ഇതെല്ലാം എന്താണ്? ദീസ് ആർ ദി പാസീവ് എലമെന്റ്സ് ആണ് അല്ലെ? പാസീവ് എലമെന്റ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ ഈ പാസീവ് എലമെന്റ്സ് എന്ന് പറയുന്നതിനാണ് നമ്മൾ ലീനിയർ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എലമെന്റ്സ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ആണ് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്. ഇനി നമ്മുടെ നോൺ ലീനിയർ കോമ്പണൻസിന്റെ എക്സാമ്പിൾ എന്താണെന്ന് അറിയാവോ? ഒരു ഡയോഡ്, ഒരു PN ജംഗ്ഷൻ ഡയോഡ്. ദിസ് ഇസ് ദി ആനോഡ്, ദിസ് ഇസ് ദ കാഥോഡ് അല്ലെ? അപ്പൊ ഈ ഒരു ഡയോഡിനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഇസ് കോൾഡ് ആസ് എ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും കൊണ്ടുണ്ടാക്കുന്ന സർക്യൂട്ട്സ് നമ്മൾ ലീനിയർ എന്ന് പറയും. ഡയോഡിന്റെ പ്രസൻസ് വന്നാൽ സിൻസ് ഇറ്റ് ഇസ് എ നോൺ ലീനിയർ, ഒരു നോൺ ലീനിയർ ഡിവൈസ് NLD ആയതുകൊണ്ട് ഇനി നമ്മൾ എന്ത് പറയും? ഇറ്റ് ഇസ് കോൾഡ് ആസ് എ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ആണ് RC, അതായത് റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് RC. അതായത് R ഇവിടെ വന്നിട്ട് കപ്പാസിറ്റർ ഇവിടെ വരാം, ഇങ്ങനെയും വരാം, അല്ലെങ്കിൽ കപ്പാസിറ്റർ ഇവിടെ വന്നിട്ട് റെസിസ്റ്ററിന് ഇവിടെയും വരാം. ഈ 2 രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ ഇൻപുട്ട് സൈഡ് ആണ്, ഇത് ഔട്ട്പുട്ട് സൈഡ് ആണ്. ഇത് ഇൻപുട്ട് സൈഡ് ആണ്, ഇത് ഔട്ട്പുട്ട് സൈഡ് ആണ്. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? RC സർക്യൂട്ട്. അപ്പൊ ഈ RC സർക്യൂട്ടിന്റെ ഈ അറേഞ്ച്മെന്റിൽ ആറിന്റെയും സിന്റെയും അറേഞ്ച്മെന്റിലുള്ള വ്യത്യാസം കാരണം നമ്മൾ ഒന്നിനെ എന്ത് പറയും? ഹൈ പാസ് എന്നും ഒന്നിനെ നമ്മൾ ലോ പാസ് എന്നും പറയാറുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ RC ഹൈ പാസ് ഫിൽറ്ററും RC ലോ പാസ് ഫിൽറ്ററും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ബേസിക്കലി ഫിൽറ്റേഴ്സ് ആണ്. ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഈ ചായയുടെ അരിപ്പയില്ലേ, എന്താ ചെയ്യുന്നത്? ചായ നമ്മൾ ഒഴിക്കുമ്പോൾ അതിനകത്ത് അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ടീ പൗഡർ, ചായപ്പൊടി പറയുന്നത് അല്ലേ? അപ്പൊ അതിനെ ഫിൽറ്റർ ഔട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ടീ എന്ന് പറയുന്ന ലിക്വിഡ് മാത്രം പോർ ഔട്ട് ചെയ്ത് വരുന്ന പോലെയാണ് ഫിൽറ്റേഴ്സ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു സിഗ്നലിനെ ഫിൽറ്റർ വഴി പാസ് ചെയ്താൽ എനിക്ക് ആ ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. എനിക്ക് ആവശ്യമുള്ള സാധനം മാത്രം ഫിൽറ്റർ ഔട്ട് ചെയ്ത് വരണം, ആവശ്യമില്ലാത്ത ഫിൽറ്റർ ഔട്ട് ചെയ്ത് പോകണം. മനസ്സിലായി? അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഡിവൈസസ് നമ്മൾ എന്ത് പറയും? ഫിൽറ്റേഴ്സ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ മാത്രം അത് കടത്തിവിടും. ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാലോ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെ മാത്രം അത് കടത്തിവിടും. അതാണ് ഹൈ പാസ് ഫിൽറ്ററും ലോ പാസ് ഫിൽറ്ററും. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് റെസിസ്റ്ററും കപ്പാസിറ്ററും കൊണ്ടായതുകൊണ്ടാണ് നമ്മൾ RC പറയുന്നത്. ഓക്കെ, ഇനി RC ഹൈ പാസ് ഫിൽറ്ററിന്റെ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു ഡിഫറൻഷിയേറ്റർ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിവൈസ് ആണ് ഒരു ഡിഫറൻഷിയേറ്റർ. സെയിം വേ ലോ പാസ് ഫിൽറ്ററിൽ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കിട്ടുന്ന സംഭവമാണ് നമ്മൾ RC ഇന്റഗ്രേറ്റർ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ നമുക്ക് ഈ 4 ഡിവൈസസ് നമ്മൾ ഇനീഷ്യലി പഠിക്കും. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. അപ്പൊ അതിൽ നമ്മൾ എന്താ ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ നോൺ ലീനിയർ കോമ്പണന്റ് ആയ ഡയോഡും ട്രാൻസിസ്റ്ററും ഒരു നോൺ ലീനിയർ ഡിവൈസ് ആണ് കേട്ടോ. ട്രാൻസിസ്റ്റർ ഓൾസോ നോൺ ലീനിയർ ഡിവൈസ്. അപ്പൊ ആ വക ഡിവൈസസ് യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഒരു നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്ലിപ്പർ ഉണ്ട്, ക്ലാമ്പർ ഉണ്ട്. മനസ്സിലായോ? ക്ലിപ്പർ ഉണ്ട്, ക്ലാമ്പർ ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. Okay, see, linear wave shaping circuits can be mainly classified as high pass RC filter, low pass RC filter, അല്ലെങ്കിൽ high pass filter, low pass filter ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈ പാസ് ഫിൽറ്ററിനെ പറ്റിയാണ്. ഓക്കെ, സോ ഹൈ പാസ് ഫിൽറ്റർ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതൊരു ഷോർട്ട് കട്ട് ആണ്. അതായത് മെയിൻലി ഇങ്ങനെ വരുന്നത് സർക്യൂട്ട് നിങ്ങൾ തിരിഞ്ഞു പോകരുത്. ഇത് കുട്ടികൾക്ക് വരുന്ന തെറ്റാണ്. നമ്മൾ ഹൈ പാസ് സർക്യൂട്ട് കണ്ടോ,
ഇതാണ് നമ്മുടെ സർക്യൂട്ട് മെയിൻലി പറയുന്നത്. അപ്പൊ ഈ സർക്യൂട്ടിന് ഒരു ഇൻപുട്ട് പോർട്ടും ഉണ്ട്, ഒരു ഔട്ട്പുട്ട് പോർട്ടും ഉണ്ട്. ഇൻപുട്ട് പോർട്ട് എങ്ങനെ വരുന്നത് നോക്കിയാൽ, ദിസ് ഇസ് എ ഇൻപുട്ട് പോർട്ട് ആണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ എന്താ കൊടുക്കുന്നത്? ഒരു സൈനുസോയിഡൽ ഫോമിലുള്ള ഒരു ഇൻപുട്ട് സിഗ്നൽ ആണ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ആസ് വി എൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ടെർമിനൽ പ്ലസും ഈ ടെർമിനൽ ചിലപ്പോൾ എനിക്ക് മൈനസും കിട്ടും. അതായത് ഇവിടെ പ്ലസും ഇവിടെ മൈനസും കൊടുത്ത മീനിങ് എന്താണ്? ഇതിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയ വോൾട്ടേജ് ഇൻ ക്രിയേറ്റ് ആയി. നമ്മൾ എപ്പോഴും വോൾട്ടേജ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? രണ്ട് ടെർമിനൽസ് ഉണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു പോസിറ്റീവ് ഒരു പൊട്ടൻഷ്യലും ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യലും കൊടുത്താൽ അവർക്കിടയിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്നോ വോൾട്ടേജ് എന്നോ പറയുന്ന സംഭവമാണ് വി എൻ എന്ന് പറയുന്നത്. അപ്പൊ വി എൻ കൊടുത്തിട്ട് ആ വി നേരെ കണക്ട് ആയിരിക്കുന്നത് കപ്പാസിറ്ററിലോട്ടാണ്. ആ കപ്പാസിറ്റർ ഒന്ന് നേരെ കണക്ട് ചെയ്തിരിക്കുന്നതോ ഒരു റെസിസ്റ്ററിലോട്ട്. ഓക്കെ, എന്നിട്ട് ഈ റെസിസ്റ്ററിന്റെ ഈ രണ്ട് ടെർമിനൽസിന്റെ ഇടയ്ക്ക് നിന്നാണ് ഞാൻ ആരെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ ഔട്ട്പുട്ട് എടുത്തേക്കുന്നത്. ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നതും വോൾട്ടേജിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ടെർമിനലിന്റെയും ഈ ടെർമിനലിന്റെയും ഇടയ്ക്കും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 വി ഔട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നു. ഈ RC സർക്യൂട്ട് ആണ്, ദിസ് ഫോംസ് ആൻ RC സർക്യൂട്ട്. അതുകൊണ്ടാണ് ഇതിനെ ഹൈ പാസ് RC എന്ന് പറയുന്നത്. അത് കാരണം എനിക്ക് ഈ റെസിസ്റ്ററിന്റെ എക്രോസ് ആയിട്ട് ഉണ്ടാവുന്ന വോൾട്ടേജ് എത്രയാണോ അത് തന്നെയാണ് ഈ വി ഔട്ടിന്റെ എക്രോസ് ഞാൻ എടുക്കുന്നത്. കാരണം എന്താണെന്നറിയാവോ? ഞാൻ എന്തുകൊണ്ടാ പറയുന്നത്? ഈ റെസിസ്റ്ററിന് എക്രോസ് ആയിട്ട് ഉണ്ടാവുന്ന വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആക്കി എടുക്കാം. ഈ റെസിസ്റ്റർ ഇവിടെ ഞാൻ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നെഗറ്റീവ് ടെർമിനലാവുമ്പോൾ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യാം. മനസ്സിലായോ? ഇനി ഈ വി ഔട്ട് എന്ന് പറയുന്ന ടെർമിനല് ഇവിടെയും ഇവിടെയും അല്ലേ? ഇനി സിൻസ് ഈ പറയുന്ന റെസിസ്റ്ററിന്റെ ഈ പോയിന്റും ഈ വി ഔട്ടിന്റെ ഈ പോയിന്റ് ഇടയ്ക്കായിട്ട് വേറെ ഇവിടെ നമുക്ക് വോൾട്ടേജ് എടുക്കുന്ന അല്ലെങ്കിൽ വോൾട്ടേജ് കൺസ്യൂം ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഒരു എലമെന്റ് ഇവർക്കിടയിലുണ്ടോ അല്ലെങ്കിൽ ഇവിടെയുണ്ടോ? ഇല്ല. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ എന്ത് വോൾട്ടേജ് ആണോ ഉണ്ടാവുന്നത് ആ അതേ വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാകാൻ പോകുന്നത്. മനസ്സിലായോ? അതായത് ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VR ആണെങ്കിൽ അതേ വോൾട്ടേജ് തന്നെ ആയിരിക്കും വി ഔട്ടും. അതായത് VR-ഉം വി ഔട്ടും സെയിം തന്നെ ആയിരിക്കും. ബിക്കോസ് എന്താണ്? ഈ രണ്ട് പോയിന്റ്സിന്റെ ഇടയ്ക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യാൻ കഴിവുള്ള ഒരു എലമെന്റ് അവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഉള്ള എന്ത് സംഭവമാണോ വോൾട്ടേജ് ആണോ അത് തന്നെയാണ് ഇവിടെയും നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനാലിസിസ് ആണ്. നമ്മൾ നെറ്റ്വർക്ക് തിയറിയിലൊക്കെ പഠിച്ചിട്ടുള്ള സംഭവമാണ് അല്ലെ ഈ ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഈ ഹൈ പാസ് RC സർക്യൂട്ട് എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ ദിസ് ഇസ് ബേസിക്കലി ഒരു ഹൈ പാസ് ഫിൽട്ടർ ആണ് എങ്കിൽ ഇത് എന്താ ചെയ്യുന്നത്? ഒരു ഇൻപുട്ട് സിഗ്നൽ, ഒരു സൈനസോയ്ഡൽ സിഗ്നൽ ഇവിടെ കൊടുത്താൽ ഈ ഇൻപുട്ട് സൈനസോയ്ഡൽ സിഗ്നൽസിൽ എന്തൊക്കെ വരാം? ഒരു സൈൻ സിഗ്നൽ വന്നാൽ അതിൽ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള കമ്പോണൻസും വരാം, അതിൽ ലോ ഫ്രീക്വൻസി ഉള്ള കമ്പോണൻസും വരാം. പക്ഷേ ഈ VN നമ്മൾ ഇതുവഴി പാസ് ചെയ്ത് വിട്ട് ഈ വി ഔട്ട് എത്തുമ്പോഴേക്കും ഈ വി ഔട്ടിൽ ആര് മാത്രമേ കാണുള്ളൂ? ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് മാത്രമേ കാണുള്ളൂ. അതായത് ലോ ഫ്രീക്വൻസി കമ്പോണൻസ് ഇത് എന്താ ചെയ്യുന്നത്? എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു ഹൈ പാസ് ഫിൽട്ടർ. ഹൈ പാസ് ഫിൽട്ടർ ആരെ മാത്രമേ കടത്തി വിടുള്ളൂ? ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെ മാത്രമേ കടത്തി വിടുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നോക്കേ, നമ്മള് ഇപ്പൊ ഈ ഇനി ജസ്റ്റ് ഇമാജിൻ, ഞാൻ ഈ പറയുന്നത് നിങ്ങളൊരു സ്റ്റോറി പോലെ തന്നെ മനസ്സ് വിചാരിക്കുക. ഡോണ്ട് ട്രൈ ടു ബൈ ഹാർട്ട്, ഡോണ്ട് ട്രൈ ടു എന്താണ് അതിനെ അസ്യൂം ചെയ്യാൻ നിൽക്കരുത്, അതിനെ ഇമാജിൻ ചെയ്യാനൊന്നും നിൽക്കരുത്. ജസ്റ്റ് ഞാൻ ഈ പറയുന്നതിനെ ഒരു സ്റ്റോറി പോലെ ആദ്യം ഒന്ന് കേൾക്കുക, എന്നിട്ട് ടേക്ക് ഡൗൺ നോട്ട്. മനസ്സിലായോ? നോട്ട് എഴുതിയെടുക്കുക, എന്നിട്ട് ഒന്നും കൂടെ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. അപ്പൊ സ്റ്റോറി പോലെ തന്നെ കേട്ടാൽ മതി. ഇവിടെ എന്താണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്? ഈ വിന്റെ ഇവിടെ ആയിട്ട് ഞാൻ ഒരു സൈനസോയ്ഡൽ സിഗ്നൽ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിന്റെ അകത്ത് ഹൈ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി ഉണ്ട്. പക്ഷെ ഇത് ഈ സർക്യൂട്ട് വഴി ഇങ്ങനെ പാസ് ചെയ്ത ഔട്ട്പുട്ടിൽ എത്തിയുമ്പോഴേക്കും എന്ത് പറ്റി? അതിൻ്റെ അകത്തുള്ള ലോ ഫ്രീക്വൻസി സാധനങ്ങൾ പോയി, ഹൈ മാത്രമേ ഉള്ളൂ. എങ്ങനെയാ പോയെന്നാണ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ബേസിക്കലി ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. ഓക്കെ, അപ്പൊ ആദ്യം നോക്കുക, ഇവിടെ ആരുണ്ട്? ഒരു കപ്പാസിറ്റർ അല്ലേ? ഈ ഇവിടുന്ന് വരുന്ന ഇൻപുട്ട് സിഗ്നലില് ആദ്യം പാസ് ചെയ്യാൻ പോകുന്ന ആര് വഴിയാണ്? കപ്പാസിറ്റർ വഴിയല്ലേ? അല്ലെ? കപ്പാസിറ്റർ വഴി പാസ് ചെയ്ത് കിട്ടുന്ന സംഭവമായിരിക്കും ഈ ലൈൻ വഴിയും പോകുന്നത്, ഈ റെസിസ്റ്റർ വഴിയും പോകാൻ പോകുന്നത് ആണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കപ്പാസിറ്റർ എന്ന് പറയുന്ന ഡിവൈസിന്റെ റിയാക്ടൻസ് എന്ന് പറയുന്നതാണ് ഞാൻ XC എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, റിയാക്ടൻസ് പറയുന്നത് എന്താണ്? ബേസിക്കലി സംതിങ് റിലേറ്റഡ് ടു റെസിസ്റ്റൻസ് പോലെയാണ് അല്ലെ? ഒരു റെസിസ്റ്റർ വഴി കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന പാരാമീറ്റർ ആണ് റെസിസ്റ്റൻസ് എങ്കിൽ
കപ്പാസിറ്ററിന്റെയും ഒരു ഒപ്പോസിങ് ഫാക്ടറാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റർ റിയാക്ടൻസ് എക്സ് ഈക്വൽസ് 1/2πfc എന്നാണ് ഫോർമുല. വേർ എഫ് ഇസ് ദ ഫ്രീക്വൻസി ആൻഡ് സി ഇസ് ദ കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നോക്കുക. നമ്മള് ഇവിടെ ഇപ്പൊ ഞാനിപ്പോ പറയുന്നുണ്ട്, ഇപ്പൊ ഇവിടെ വരുന്ന ഇൻപുട്ട് വി എന്ന് പറയുന്ന സിഗ്നൽ. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ആ വരുന്ന സിഗ്നലിന്റെ ഒരു ഫ്രീക്വൻസി കമ്പോണന്റ് ആണ് ഇതുവഴി പാസ് ചെയ്ത് പോകുന്നത്. മനസ്സിലായി? സിഗ്നൽ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഹൈ ഫ്രീക്വൻസി ഉണ്ടാവും, ലോ ഫ്രീക്വൻസി ഉണ്ടാവും. ജസ്റ്റ് ഇമാജിൻ ഇപ്പൊ നമുക്ക് വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഇപ്പൊ വരുന്ന ആ സിഗ്നലിന്റെ പെർട്ടിക്കുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരുന്നു? അതൊരു ഹൈ വാല്യൂ ആണ്. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ വിചാരിക്കുക, ദിസ് ഇക്വേഷൻ ഇസ് x ഈക്വൽ ടു 1/2πfc. ആൻഡ് ഇപ്പൊ വന്ന ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ ഈ ഇക്വേഷൻ ബിക്കംസ് എന്താണ്? സംതിങ് ഈക്വലൻ ടു 1/a വെരി ഹൈ വാല്യൂ. 1/∞ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അതായത് ദിസ് വിൽ റെഡ്യൂസ് ടു 0. ഐഡിയലി അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി റെഡ്യൂസ് ടു 0. അതായത് ഫ്രീക്വൻസിയുടെ വാല്യൂ കൂടുന്തോറും എക്സിയുടെ വാല്യൂ അല്ലെങ്കിൽ റിയാക്ടൻസിന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? ആൻഡ് ഫ്രീക്വൻസി ഇൻഫിനിറ്റി ആകുമ്പോൾ എന്ത് പറ്റും? എക്സി ബിക്കംസ് 0 ആവും. അതിന്റെ മീനിങ് എന്താണെന്ന് അറിയാവോ? ഹൈ ഫ്രീക്വൻസി സാധനം നമ്മൾ ആ സർക്യൂട്ടിലോട്ട് കൊടുത്താൽ ആ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് എന്ത് ചെയ്യും? ഇറ്റ് ബിക്കംസ് വെരി വെരി ലോ. കപ്പാസിറ്റൻസ് റിയാക്ടൻസ് ഇല്ല എന്നാണ് ബേസിക്കലി മീനിങ്. ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഓക്കെ, കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് 0 ആണെങ്കിൽ ഈ കപ്പാസിറ്ററിന് ബേസിക്കലി എന്താണ്? അതിന്റെ ഒപ്പോസിങ് ആ ഒരു കേപ്പബിലിറ്റി ഇല്ല. മനസ്സിലായോ? അതിനൊരു ഒപ്പോസിങ് കേപ്പബിലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ഈ കപ്പാസിറ്റർ ബേസിക്കലി ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ദിസ് ബിക്കംസ് കണ്ടോ, ആ കപ്പാസിറ്ററിന്റെ സ്ഥാനത്ത് ഞാൻ വെറുതെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആയിട്ട് മാറും. ദിസ് ഇസ് ദ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിച്ചേ, നമ്മളൊരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്ററിന്റെ എക്രോസ് ആയിട്ട് വരുന്ന കറണ്ടിനെ അതിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റിയല്ല റിയാക്ടൻസ് എന്ന് പറയുന്നേ. അപ്പൊ ഈ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് 0 ആയാൽ ഇവിടെ വരുന്ന കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കപ്പാസിറ്ററിന് ഇല്ല. എന്ന് വെച്ചാൽ ഈ കറണ്ടിന് വന്ന അതേ ഫോഴ്സിലെ ഇങ്ങോട്ടും അതിന് പോകാൻ പറ്റും. ഈ കപ്പാസിറ്റർ കാരണം ഉള്ളതും ഇല്ലാത്തതും കണക്കാണ്. എന്ന് വെച്ചാൽ ആ കപ്പാസിറ്റർ എന്ന് പറയുന്ന സാധനത്തിന്റെ ആ ഒരു സ്റ്റോറേജ് കേപ്പബിലിറ്റി അവിടെ നടക്കുന്നില്ല. അതായത് ഇവിടെ നിന്ന് വരുന്ന കറണ്ട് അതുപോലെ ഇതുവഴി പാസ് ചെയ്താൽ ഈ കപ്പാസിറ്ററിനെ എടുത്ത് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് ഞാൻ വെറും ഒരു മെറ്റാലിക് വയർ കണക്ട് ചെയ്താലും ഈ കറണ്ട്, ഇവിടെ വരുന്ന കറണ്ട് അതുപോലെ പാസ് ചെയ്ത് പോയില്ലേ? അതായത് കപ്പാസിറ്റർ വിൽ ബി ആക്ടിങ് ലൈക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആലോചിച്ച് നോക്കി, ഫ്രീക്വൻസി വളരെയധികം കൂടുന്ന സമയത്ത് എന്ത് പറ്റും? റിയാക്ടൻസ് വളരെയധികം കുറയും. റിയാക്ടൻസ് കുറഞ്ഞു വരുന്നിടത്ത് എന്ത് പറ്റും? കപ്പാസിറ്ററിന് അതിന്റെ കപ്പാസിറ്റൻസ് എഫക്റ്റീവ് ഇല്ലാണ്ടായി പോകും. എന്ന് വെച്ചാൽ അത് ബേസിക്കലി എന്താണ്? ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് വേറെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ഈ പറയുന്ന കപ്പാസിറ്റൻസിന്റെ റിയാക്ടൻസ് 0 ആയി പോയില്ലേ? അല്ല, 0 ആയി പോയപ്പോ കറണ്ടിന് ഫ്രീ ഫ്ലോ ആയിട്ട് ഇതുവഴി പോകാൻ പറ്റി. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഈ പറയുന്ന കപ്പാസിറ്ററിന്റെ എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താണ്? അത് 0 ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇപ്പൊ ജസ്റ്റ് ഇമാജിൻ ദി അതർ കേസ്. അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ എന്താണ്? ലോ ഫ്രീക്വൻസി ആയ സമയത്താണ്, ഇത് ഹൈ ഫ്രീക്വൻസി ആയ സമയത്താണ് അല്ലെ? അപ്പൊ ഹൈ ഫ്രീക്വൻസി ആയപ്പോ എന്താ സംഭവിച്ചെന്ന് നോക്കി, ഞാൻ തിയററ്റിക്കലി കൂടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് ബിക്കംസ് വെരി സ്മോൾ. അത് കാരണം കപ്പാസിറ്റർ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ? ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്താൽ അതുവഴിയുള്ള കറണ്ട് എന്ത് പറ്റുന്നുണ്ട്? കൂടുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് ലാർജ് വോൾട്ടേജ് അപ്ലൈസ് അക്രോസ് എ റെസിസ്റ്റർ. അതുകൊണ്ട് വി ഔട്ട് വിൽ ബി ഈക്വൽ ടു വി ഇൻ എന്നാ പറയുന്നത്. അതിന്റെ മീനിങ് ഇവിടെ പറഞ്ഞുതരാം. നമ്മുടെ ഈ സർക്യൂട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോഴത്തെ കേസിൽ എന്താ സംഭവിച്ചത്? ഈ കപ്പാസിറ്ററോട് ബേസിക്കലി ഒരു ഷോർട്ട് സർക്യൂട്ട് ആക്കി ആക്ട് ആയി അല്ലെ? കപ്പാസിറ്റർ മാറ്റി ചുമ്മാ ഒരു വയർ കണക്ട് ചെയ്ത് അതിന് ഇക്വലന്റ് ആയിട്ട് മാറി. അപ്പോ ഞാനിപ്പോ കണക്ട് ചെയ്ത ഹൈ ഫ്രീക്വൻസി കോമ്പണൻസ് അല്ലേ? അപ്പൊ ഇവിടെ ഒരു വോൾട്ടേജ് ഇൻപുട്ട് കണക്ട് ചെയ്തു, അതിന്റെ ഹൈ ഫ്രീക്വൻസി കോമ്പണൻസ് വന്നു, അത് ഇതുവഴി പാസ് ചെയ്തു. കപ്പാസിറ്റർ അവിടെ ഇല്ല, ജസ്റ്റ് ലൈനാണ്. അതുവഴി ആക്ട് ചെയ്ത് വന്നപ്പോൾ പിന്നെ എന്താ വന്നത്? റെസിസ്റ്റർ മാത്രമല്ലേ ഉള്ളൂ അല്ലെ? അപ്പൊ ജസ്റ്റ് ഇമാജിൻ സർക്യൂട്ട് വിൽ ലുക്ക് ലൈക്ക് ദിസ് അല്ലെ? സർക്യൂട്ട് ഇപ്പൊ ഇങ്ങനെ ആയിരിക്കുന്നത് കാണാൻ അല്ലെ? ഇവിടെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു, ഇത് റെസിസ്റ്റർ ആണ്, ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നു. അപ്പൊ നോക്കിയേ, നമ്മൾ ഇതിന് അക്രോസ് കൊടുക്കുന്ന വോൾട്ടേജ് വി ഇൻപുട്ട് ആണെങ്കിൽ ഇത് ഈ റെസിസ്റ്ററിന് അക്രോസ് അപ്ലൈ ചെയ്തു അല്ലെ? അപ്പൊ എന്നിട്ട് ഈ റെസിസ്റ്ററിന്റെ അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജിനെ എനിക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും? അതിനെയാണ് ഞാൻ വി ആർ എന്ന് പറയുന്നത് മാർക്ക് ചെയ്യുന്നത് അല്ലയോ? ഓക്കെ, ദാറ്റ് ഇസ് വി ആർ അല്ലെ? ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ വി ആർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നെ അല്ലേ? കാരണം ഇടയ്ക്ക് ഡ്രോപ്പ് ഒന്നുമില്ല
മനസ്സിലായോ? ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് വി ഔട്ട് ആണ്. സോ വി സെഡ് ദാറ്റ് ഈ വി ഔട്ടും വി ആറും സെയിം ആണ്. അതുപോലെ ഈ ഇൻപുട്ട് സൈഡിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ടെർമിനലിന്റെയും ഈ റെസിസ്റ്റർ അക്രോസ് ആയിട്ടുള്ള ടെർമിനലിന്റെ ഇടയ്ക്കും വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ആളില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇതിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഈ വോൾട്ടേജും ഇവിടെ റെസിസ്റ്ററിന് അക്രോസ് കാണുന്ന ഈ വോൾട്ടേജും സെയിം തന്നെയല്ലേ? സെയിം അല്ലേ വരുള്ളൂ. അതുകൊണ്ട് ഇവിടെ എനിക്ക് എന്ത് പറയാം? വി ഇന്നും വി ആറും സെയിം ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇൻ ടോട്ടൽ എനിക്ക് എന്ത് പറയാം? ഐ ക്യാൻ സേ ദാറ്റ് വി ഇൻപുട്ടും വി ആറും സെയിം ആണ്. സെയിം വേ വി ആറും വി ഔട്ട്പുട്ടും സെയിം ആണെങ്കിൽ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? വി ഇന്നും വി ഔട്ട്പുട്ടും സെയിം അല്ലേ? അതായത് ഇൻപുട്ട് വോൾട്ടേജ് എന്താണോ വന്നത് അത് അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ പോകുന്നുണ്ട് എന്നാണ് മീനിങ് വന്നേക്കുന്നത്. ഈസ് ദിസ് വെരി ക്ലിയർ ടു യു? ഓക്കെ, ഒന്ന് പോസ് ചെയ്തേക്കുക, വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, നമ്മൾ ഇപ്പൊ കണ്ടത് ഒന്ന് നോട്ട് ഒന്നും കൂടെ നോക്കി ഡൈജസ്റ്റ് ചെയ്യുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, ഇതെല്ലാം ഫണ്ടമെന്റൽ ആണ്. ഫസ്റ്റ് മോഡ്യൂൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യു. നിങ്ങൾക്ക് കുറച്ച് മേ ബി കൺഫ്യൂസ്ഡ് ആയിട്ട് പോലെ തോന്നാം, പക്ഷേ ഇത് അറിഞ്ഞാൽ മാത്രമേ 2, 3, 4 നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ഹൈ ഫ്രീക്വൻസി കമ്പോണന്റ് വന്നപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് വോൾട്ടേജാ വന്നേ? ഇൻപുട്ട് വോൾട്ടേജ് അതുപോലെ കിട്ടി. ഇനി നമുക്ക് തിരിച്ച് എന്ത് ചെയ്യാം? ഒരു ലോ ഫ്രീക്വൻസി വരുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. സോ ഈ ഇക്വേഷൻ നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ഈ ഇക്വേഷനില്, ഈ സെയിം ഇക്വേഷനില് ഫ്രീക്വൻസി കമ്പോണന്റ് ലോ ആയാൽ എന്ത് പറ്റും? ദിസ് ബിക്കംസ് 1 ഒരു ലോ വാല്യൂ ആണ് അല്ലേ? ആൻഡ് 1 ലോ വാല്യൂ എന്ന് പറയുമ്പോൾ ഈക്വലന്റ് ടു എന്താണ്? 1/0 ആൻഡ് ദാറ്റ് ഇസ് ഈക്വലന്റ് ടു എന്താണ്? ഇൻഫിനിറ്റി അല്ലേ? അതായത് ഇൻപുട്ടിൽ വരുന്ന ഒരു സിഗ്നൽ ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ആ കപ്പാസിറ്ററിന് എന്ത് പറ്റുന്നുണ്ട്? അതിന്റെ നമ്മുടെ അഡ്മിറ്റൻസിന് അതിന്റെ റിയാക്ടൻസിന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇറ്റ് ബിക്കംസ് ഇൻഫിനിറ്റി. സി, ഒരു കപ്പാസിറ്ററിന്റെ നമ്മുടെ ഈ പറയുന്ന റിയാക്ടൻസ് ഇൻഫിനിറ്റി ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഈ പറയുന്ന റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് അല്ലേ? അപ്പൊ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആവുന്നു എന്ന് പറയുന്നതിന് ഇക്വലന്റ് അല്ലേ നമ്മൾ ഇവിടെ ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ? റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണെന്ന് പറയുന്നതിന് ഇക്വലന്റ് ആണ് ഞാൻ പറയുന്നത് ഇവിടെ റിയാക്ടൻസ് ഇൻഫിനിറ്റി ആവുന്നു എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് 0 ആയപ്പോൾ അത് എന്തായിട്ട് മാറി? അതിന്റെ റെസിസ്റ്റിംഗ് കേപ്പബിലിറ്റി ഇല്ല. സോ ഫ്രീ ഫ്ലോ ആയിട്ട് നമുക്ക് കറണ്ടിന് പോകാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഇനി നേരെ മറിച്ച് ഞാൻ പറയുകയാണ്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിന്റെ റിയാക്ടൻസ് വളരെ ഹൈ ആണെങ്കിൽ ആ കപ്പാസിറ്ററിന്റെ ബ്ലോക്കിംഗ് കേപ്പബിലിറ്റി വളരെ കൂടുതലല്ലേ? എന്ന് വെച്ചാൽ ലിറ്ററലി നമ്മൾ ആ ഈ സർക്യൂട്ടിനെ എടുത്തിട്ട് ഇങ്ങനെ റീപ്ലേസ് ചെയ്താൽ ആ കപ്പാസിറ്റർ ഇരിക്കുന്ന സ്ഥാനത്ത് ഞാൻ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ഇടുന്നതിന് ഇക്വലന്റ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു കറണ്ട് വന്നാൽ അത് ഇങ്ങോട്ട് പാസ് ചെയ്ത് പോവില്ല. കാരണം വളരെയധികം ഒപ്പോസിഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ബ്ലോക്കിംഗ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് കറണ്ട് പാസ് ചെയ്ത് പോവില്ല. ആൻഡ് ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് ഇൻഫിനിറ്റി ആയാൽ എന്ത് പറ്റുന്നുണ്ട്? കപ്പാസിറ്റർ വിൽ ആക്ട് ലൈക്ക് എ ഓപ്പൺ സർക്യൂട്ട്. ഇനി നമ്മുടെ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് ലോ അല്ലെങ്കിൽ ഈക്വലന്റ് ടു 0 ആയാൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ദിസ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? നമ്മളിപ്പോ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ഇൻപുട്ട് സൈഡിൽ ഇവിടെ കൊടുത്തു. എവിടെ നിന്ന് കൊടുത്തു? ഇവിടെ നിന്ന് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ കൊടുത്തപ്പോൾ ഈ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്തു? ഈ കപ്പാസിറ്റർ ഞാനിതിവിടെ വരയ്ക്കുകയാണ്. കണ്ടു, ഈ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ റെസിസ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ കപ്പാസിറ്റർ എന്ന സ്ഥാനത്ത് ഞാൻ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇടുന്നതിന് ഇക്വലന്റ് ആണ്. മനസ്സിലായി? കാരണം റിയാക്ടൻസ് വളരെ ഹൈ ആയതുകൊണ്ട്, അത് ഒപ്പോസിഷൻ ആയതുകൊണ്ട് കറണ്ട് കടത്തി വിടില്ല. അപ്പോ ഇവിടെ നിന്ന് ഒരു വോൾട്ടേജ് വന്നാൽ, വോൾട്ടേജ് മീൻസ് ഒരു കണ്ടക്ടർ, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ ഉണ്ട്, അതിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഉണ്ടെങ്കിൽ അതുവഴി ഒരു കറണ്ട് ആയി പാസ് ചെയ്യും അല്ലേ? സോ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ട് കറണ്ട് ഉണ്ടാവും. V = IR ആണ് നമ്മുടെ ഓംസ് ലോ പറയുന്നത്. സോ വോൾട്ടേജ് ഉണ്ടെങ്കിൽ കറണ്ട് ഉണ്ടാവും എന്നാണ് ബേസിക്കലി മീനിങ് വരുന്നത്. ആ കറണ്ടിന് പോലുള്ള ഒപ്പോസിഷൻ ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ? ക്ലിയർ അല്ലേ? ഫൈൻ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന കേസില് ഇവിടെ നമുക്ക് വരുന്ന ഇൻപുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസി കുറഞ്ഞാൽ എന്ത് പറ്റുന്നുണ്ട്? അവിടെ ഇരിക്കുന്ന കപ്പാസിറ്റർ നമ്മൾ ഓപ്പൺ ആക്കി ഇടുന്നതിന് ഇക്വലന്റ് ആണ്. ഓപ്പൺ ആക്കി ഇട്ടാൽ ഇവിടെ നിന്ന് വരുന്നൊരു കറണ്ടിന് ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഇതുവഴി ഒരു കറണ്ടിന് പാസ് ചെയ്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് എടുക്കുന്ന വോൾട്ടേജ് അല്ലേ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞത് അല്ലേ? റെസിസ്റ്ററിന് അക്രോസ് ഇപ്പോൾ വോൾട്ടേജ് എത്രയായിരിക്കും? 0. കാരണം അതുവഴി കറണ്ട് പോകുന്നില്ല അല്ലേ? ഇവിടുത്തെ കറണ്ടിന് ഇതുവഴി പോയാൽ മാത്രമല്ലേ ഇവിടെ ഇതുവഴി ഒരു കറണ്ട് പോവുള്ളൂ. അത് കാരണം ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ എന്താണ്? കറണ്ട് പോകുന്നില്ല. അത് കാരണം ഈ VR ന്റെ വാല്യൂ 0 ആയിരിക്കും.
അതുകൊണ്ട് വി ഔട്ടിന്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം എന്താണ്, വി ഔട്ടും വി ആറും സെയിം തന്നെയല്ലേ? മനസ്സിലായോ? സോ ലോ ഫ്രീക്വൻസി വാല്യൂ വന്നപ്പോൾ എന്ത് പറ്റി? ഔട്ട്പുട്ട് 0 ആയിട്ട് മാറി. അപ്പൊ ശ്രദ്ധിച്ചോ, ഹൈ ഫ്രീക്വൻസി വാല്യൂ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതൊരു ഹൈ പാസ് ഫിൽട്ടർ ആയതുകൊണ്ട് ആ ടൈമില് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് മാറി. മനസ്സിലായോ? ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ ഇൻപുട്ട് അതുപോലെ തിരിച്ചു കിട്ടും. പക്ഷേ ലോ ഫ്രീക്വൻസി വന്നപ്പോൾ എന്ത് പറ്റി? നമ്മുടെ കപ്പാസിറ്റർ റിയാക്ടൻസ് വളരെ ഹൈ ആയി, കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയി, കറണ്ട് പോകുന്നില്ല. അതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ വെരി സ്മോൾ അല്ലെങ്കിൽ 0 ആണ്. അതുകൊണ്ട് എന്ത് പറ്റി? ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിട്ട് മാറി. അപ്പൊ ലോ ഫ്രീക്വൻസി വരുന്ന സമയത്ത് ഔട്ട്പുട്ട് ഇല്ല, ഹൈ ഫ്രീക്വൻസി വരുന്ന സമയത്ത് ഇൻപുട്ട് അതേപോലെ ഔട്ട്പുട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഇത് എന്ത് ഫിൽട്ടർ ആണ്? ഇതൊരു ഹൈ പാസ് ഫിൽട്ടർ ആണ്. ക്ലിയർ അല്ലേ? ദിസ് ഇസ് ഹൗ യു ഡിഫൈൻ എ ഹൈ പാസ് ഫിൽട്ടർ ബിക്കോസ് ഇറ്റ് പാസസ് ഓൺലി ദ ഹൈ ഫ്രീക്വൻസി കോമ്പണൻസ്. ഓക്കെ, ഇനി ഈ ഹൈ ഫ്രീക്വൻസി ഈ പറയുന്ന നമ്മുടെ സർക്യൂട്ടിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാം. കാരണം ആ റെസ്പോൺസ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് അതിന്റെ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പൊ നേരത്തെ കേട്ടതുപോലെ തന്നെ ഇത് നിങ്ങളൊരു സ്റ്റോറി ആയിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇതൊരു ഹൈ പാസ് ആർ സി സർക്യൂട്ട് ആണല്ലോ, അല്ലെ? അപ്പൊ ഇതൊരു ഹൈ പാസ് ആർ സി സർക്യൂട്ട് ആണെങ്കിൽ ഈ സർക്യൂട്ടിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഇക്വേഷനും ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞ ഫിഗർ, ഒരു ഗ്രാഫാണ് എനിക്ക് വരയ്ക്കേണ്ടത്. ഈ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫിന്റെ എക്സ് ആക്സിസ് ഫ്രീക്വൻസിയും വൈ ആക്സിസ് ഗെയിൻ എന്നും പറയും. അപ്പൊ ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് ഗ്രാഫാണ് എനിക്കിവിടെ വരയ്ക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ അതിന് ഈ ആക്സിസ് ഫ്രീക്വൻസി ആണെങ്കിൽ ഈ ഗെയിനിന്റെ ഇക്വേഷൻ എനിക്ക് കണ്ടുപിടിക്കണം. അതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ അനാലിസിസിൽ. അപ്പൊ നമ്മുടെ സർക്യൂട്ട് എടുത്തു. ഇനി സർക്യൂട്ടിന്റെ ഈ സി എന്ന് പറയുന്ന കപ്പാസിറ്റൻസിന്റെ, മനസ്സിലായോ, സി എന്ന് പറയുന്ന കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ് ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ആസ് ഇംപിഡൻസ്. ഇംപിഡൻസ് ആണ് സെഡ് സി. സെഡ് സഫിക്സ് സി എന്ന് പറയുന്നത് കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ് വിൽ ബി ഈക്വൽ ടു 1/j⍵c. സെയിം വേ ഒരു ഇൻഡക്ടർ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഇൻഡക്ടറിന്റെ വാല്യൂ L ആണെങ്കിൽ ഇതിന്റെ ഇംപിഡൻസ് നമ്മൾ ZL എന്ന് പറയും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു j⍵L എന്ന് പറയാറുണ്ട്. ഇതൊരു അഡീഷണൽ സ്റ്റെഫാണ്, ഓർത്ത് വെച്ചോണേ. ഇവിടെ കപ്പാസിറ്റർ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തു? 1/j⍵c എന്ന് ഡിഫൈൻ ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഇവിടെ നോക്കിയോളൂ. ഇപ്പൊ ഈ ഒരു ZC-നെ അല്ലെ, അതിനെ ഞാൻ Z1 ആക്കി ഇട്ടു. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇവിടെ ഈ കപ്പാസിറ്ററിന്റെ ഇംപിഡൻസിനെ Z1 എന്നും അതുപോലെ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള ഇംപിഡൻസിനെ ഞാൻ എന്ത് പറഞ്ഞിട്ട് Z2 എന്നും പറയുന്നുണ്ട്, അല്ലെ? ഈ Z2 ഈസ് എ റെസിസ്റ്റർ ആയതുകൊണ്ട് അതിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസ് തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ, അതിന്റെ റെസിസ്റ്റൻസ് തന്നെയാണ് അതിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് Z1 എന്ന് പറയുന്നത് 1/j⍵c ആണെങ്കിൽ Z2 വിൽ ബി R ഇറ്റ്സെൽഫ് എന്ന് എനിക്ക് ഡയറക്ട്ലി പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി നമ്മളൊരു കുഞ്ഞ് അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഇനി ഈ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടണം. അപ്പൊ അങ്ങനെ റിലേഷൻഷിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റൂൾ എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കിർച്ചോഫ്സിന്റെ വോൾട്ടേജ് ലോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ KVL അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ്? ഈ ഒരു ലൂപ്പിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ KVL ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? പൊളാരിറ്റി അസൈൻ ചെയ്യുക, അല്ലെ? അപ്പൊ ഈ VN എന്ന് പറയുന്ന വോൾട്ടേജ് ഈ രണ്ട് ടെർമിനൽസിന് അക്രോസ് ആണെങ്കിൽ ഇവിടെ ഞാൻ പ്ലസ് എന്നും ഇവിടെ മൈനസ് എന്നും പൊളാരിറ്റി അസ്യൂം ചെയ്തു. മൈനസ് ഇവിടെയുള്ള കാരണം എന്താണ്? കാരണം അത് ഇവിടെ നമ്മൾ ഗ്രൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രൗണ്ട് കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് സാധാരണ നമ്മൾ മൈനസ് ആണ് കണക്ട് ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. എന്നാൽ ഇവിടെ പ്ലസ് മൈനസ് വന്നു, അവർക്കിടയിലുള്ള വോൾട്ടേജ് ആണ് VN. അപ്പോ ഈ ഞാൻ അസ്യൂം ചെയ്യാൻ പോകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇങ്ങനെയാണ് എന്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ പോകുന്ന ഡയറക്ഷൻ മൈനസിന്ന് പ്ലസിലോട്ടാണ് പോകുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് മൈനസിന്ന് പ്ലസിലോട്ടാണ് പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ സൈൻ കൺവെൻഷൻ എങ്ങനെയാ പോകുന്നത്? മൈനസിന്ന് പ്ലസിലോട്ട് ഒരു വോൾട്ടേജ് സോഴ്സ് പോവുകയാണെങ്കിൽ നമ്മൾ അതിന്റെ സൈൻ എങ്ങനെ ഇടും? നമ്മൾ പ്ലസ് എന്ന് ഇടും, പ്ലസ് VN. ഓക്കെ, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയ കറണ്ട് ഇനി നെക്സ്റ്റ് പാസ് ചെയ്യുന്നത് കപ്പാസിറ്റർ വഴിയല്ലേ, അല്ലെ? അപ്പൊ ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എനിക്ക് വേണം. ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ എനിക്ക് സൈൻ അസൈൻ ചെയ്യാം, ഇങ്ങനെ +2 മൈനസ്. അതുപോലെ ഇവിടെ റെസിസ്റ്ററും +2 മൈനസ് ആണ് പോകുന്നത് വിചാരിക്കുക. എന്നാൽ കപ്പാസിറ്റർ വഴി ഈ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ ഈ സെയിം കറണ്ട് I എന്ന് പറയുന്ന സംഭവമാണ് ഈ ഫുൾ സർക്യൂട്ട് വഴി ഇങ്ങനെ പോകുന്നത്. ആ കറണ്ട് ഇതിന് അക്രോസ് ആയിട്ട് പോയപ്പോഴുള്ള വോൾട്ടേജ് ആണ് VN. അപ്പൊ VN നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി VN വഴി പാസ് ചെയ്യുന്ന കറണ്ട് നേരെ ഏത് വഴി പോകുന്നുണ്ട്? കപ്പാസിറ്റർ വഴിയാണ് ഇനി പോകുന്നത്. ആ കപ്പാസിറ്റർ വഴി പോകുന്നത് നേരെ പിന്നെ റെസിസ്റ്റർ വഴി പോയി കംപ്ലീറ്റ് ചെയ്ത മെഷ് കഴിയുന്നു,
അങ്ങനെയല്ലേ വരുന്നേ. സോ ബേസിക്കലി കറണ്ട് ഫോളോ ചെയ്യുന്ന പാത്താണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് ഇക്വേറ്റ് 0 എഴുതുന്നത്. അപ്പൊ ഇവിടെ വി ഇൻ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി, കാരണം മൈനസ് ടു പ്ലസ് പോകുമ്പോൾ പ്ലസ് വി ഇൻ എന്ന് വരും. ഇനി ഇവിടെ ഈ കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെ ഞാൻ വി സി എന്ന് എഴുതിയാൽ പ്ലസ് ടു മൈനസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് വി സി എന്ന് എഴുതുന്നുണ്ട് അല്ലെ, പൊളാരിറ്റി എഴുതുന്നത്. അതുപോലെ ഇവിടെ റെസിസ്റ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി ആർ എന്ന് എഴുതുന്നുണ്ട്. ആ വി ആർ പ്ലസ് ടു മൈനസ് പോകുന്നുള്ളതാണ് ഞാൻ എഗെയിൻ മൈനസ് ഇടുകയാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 ആണ് നമ്മുടെ KVL ഇക്വേഷൻ ഇൻ ദ മെഷ് 1 എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയോ, വി ഇൻപുട്ട് മൈനസ് വി സി എന്ന് പറയുമ്പോൾ വി സി ഈക്വൽ ടു എന്താണ്, വി സി ഈക്വൽ ടു നമ്മൾ ഐ ഇൻറ്റു ആറിന് വരെ എന്ത് ചെയ്യും, ദ ഇംപെഡൻസ്, കപ്പാസിറ്റർ ഇംപെഡൻസ് എഴുതിക്കൂടെ. ദാറ്റ് ഈസ് മൈനസ് ഐ ടൈംസ് എന്ത് എഴുതാൻ പറ്റും, ZC is 1 by j omega c മൈനസ് വി ആറിന് പകരം വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അല്ലേ. സോ ഐ ഇൻറ്റു ആർ ഈക്വൽ ടു 0 എന്ന് എനിക്ക് എഴുതാം. ഇനി ഈ ഐ ഞാൻ കോമൺ ആക്കി ഞാൻ പുറത്തെടുത്താൽ എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും, ഐ കോമൺ ആയാൽ 1 by j omega c പ്ലസ് ആർ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ. ഇവിടെ നിന്ന് എനിക്ക് ഒരു ഐന്റെ എക്സ്പ്രഷൻ എഴുതാമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും, വി ഇൻ ഡിവൈഡ് ബൈ ആർ പ്ലസ് 1 by j omega c ഈക്വൽ ടു എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, കറണ്ട് ഐ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ. അതായത് ഈ ഫസ്റ്റ് മെഷീന്റെ അകത്തുള്ള കറണ്ട് ഐയുടെ എക്സ്പ്രഷൻ ആണ് ഞാനിപ്പോൾ എഴുതിയത്. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വി ഔട്ടും വി ഇന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ വി ഔട്ടിന്റെ എക്സ്പ്രഷൻ ഇനി എനിക്ക് എഴുതാമല്ലോ അല്ലെ. വി ഔട്ടിന്റെ എക്സ്പ്രഷൻ എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും നോക്കിയോളൂ. നമ്മളിപ്പോ കറണ്ട് ഐ ഈക്വൽ ടു എങ്ങനെ എഴുതിയത്, വി ഇൻപുട്ട് ഡിവൈഡ് ബൈ ആർ പ്ലസ് 1 by j omega c എന്നല്ലേ ഡിഫൈൻ ചെയ്തത് അല്ലെ. നൗ ഞാനിപ്പോ ഈ ഔട്ട്പുട്ട് സൈഡിൽ കണ്ടോ, ഈ ഔട്ട്പുട്ട് സൈഡിലുള്ള വോൾട്ടേജ് വി ഔട്ടിനെ ദാറ്റ് ഇസ് ഇറ്റ്സെൽഫ് ഈക്വൽ ടു എന്താണ്, വി ആർ എന്നല്ലേ അല്ലെ. വി നോ ദാറ്റ് ഫ്രം ദ മെഷ് 2, അത് മെഷ് 2 ആണല്ലേ. അപ്പൊ മെഷ് 2ൽ നിന്ന് എനിക്കറിയാം വി ആർ ഈക്വൽ ടു വി ഔട്ട്പുട്ട് ആണ്. ദാറ്റ് ഇസ് വി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി ആർ ഇസ് ഈക്വൽ ടു എന്താണ്, ഐ ഇൻറ്റു ആർ തന്നെ അല്ലേ. ദാറ്റ് ഇസ് ഈ ഐനെ ഇക്വേഷൻ നമ്പർ 1 നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഇൻ ബൈ ആർ പ്ലസ് 1 by j omega c ടൈംസ് ആർ ആയിട്ട് മാറില്ലേ. ഇനി എനിക്ക് വേണ്ടത് വി ഔട്ട് ബൈ വി ഇൻ ആയതുകൊണ്ട് വി ഔട്ട് ബൈ ഈ വി ഇൻ ഞാൻ താഴോട്ട് കൊണ്ടുവന്നാൽ മേലെ എന്താവും, ആർ ബൈ പ്ലസ് 1 by j omega c എന്നാവില്ലേ. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റും. ഈ ഒരു ഫോമാണ് എവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഡയറക്റ്റ്ലി എഴുതിയിരിക്കുന്നതിന് പുറകെ ഈ ഒരു അനാലിസിസ് ആണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും വേറെ ഏത് മെറ്റീരിയൽ നോക്കിയാലും ഈ ഒരു അനാലിസിസ് അവിടെ കാണില്ല. അവിടെ ഡയറക്റ്റ്ലി അവർ എഴുതാൻ പോകുന്ന എക്സ്പ്രഷൻ ബൈ ദി വോൾട്ടേജ് ഡിവിഷൻ റൂൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണെന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ അതിന്റെ പുറകെ ഈ ഒരു അനാലിസിസ് ആണ് നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം കണ്ടോ, ഇങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വി ഇൻ ഇൻറ്റു ആർ ബൈ ആർ പ്ലസ് 1 by j omega c കിട്ടുമ്പോൾ വി ഔട്ട് ബൈ വി ഇൻ ഈക്വൽ ടു ആർ ബൈ ആർ പ്ലസ് 1 j omega c എന്ന് കിട്ടും. ഓൾറൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, സോ ഗിവൻ ദിസ് ഫാക്ട് നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാം. അപ്പം കണ്ടോ, ആ ഒരു എക്സ്പ്രഷൻ നമുക്കറിയാം. എന്നാൽ എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? സി ബേസിക്കലി ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ഇൻപുട്ട് ആണ്. അപ്പൊ ഇവിടെ നിന്ന് വി നോട്ട് ബൈ വി ഐ എന്ന് എഴുതുന്നത് എങ്ങനെയാണ്, ആർ ബൈ ആർ പ്ലസ് 1 by j omega c അല്ലേ. അപ്പൊ അതില് ഞാൻ ഇവിടെ LCM എടുക്കുകയാണ്. ഈ j omega c നെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയായിട്ട് മാറും, ആർ ബൈ j omega r c പ്ലസ് 1 എന്നായിട്ട് മാറിയില്ലേ. ദ ഹോൾ തിങ് ഡിവൈഡ് ബൈ j omega c. ഈ j omega c നെ നമ്മൾ മേലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻവേർട്ടഡ് ആയിട്ട് റെസിപ്രോക്കൽ ആയിട്ട് പോകും. അപ്പൊ ഈ j omega r c മേലെ വരും, താഴെ 1 by j omega r c എന്ന് വരും. This expression is defined as the transfer function of a first order high pass RC filter. എന്താണ് ഈ ഫസ്റ്റ് ഓർഡർ പറയുന്നത് അറിയാമോ? കാരണം താഴെ നോക്കി j omega എന്നൊരു ടേം ഉണ്ട്. j omega എന്ന് വന്നാൽ ഇറ്റ് മീൻസ് അത് ഫസ്റ്റ് ഓർഡർ ആണ്. കാരണം എന്തെന്നറിയാമോ, നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നെറ്റ്വർക്ക് തിയറിയിൽ. അപ്പൊ അതിൽ നമുക്കറിയാം എസ് എന്ന് പറയുന്ന ഒരു ടേം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഇറ്റ്സെൽഫ് ഈക്വൽ ടു j omega ആണ്. നമ്മൾ എസ് എന്നിട്ടാൽ അത് ഫസ്റ്റ് ഓർഡർ, എസ് സ്ക്വയർ എന്നിട്ടുള്ള സെക്കൻഡ് ഓർഡർ, അങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ എന്തൊരു ഫസ്റ്റ് ഓർഡർ RC ഹൈപാസ് ഫിൽട്ടർ ആണ്. അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് h of j omega എന്ന് പറയുന്നത്. കാരണം ദിസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഡിപെൻഡിങ് അപ്പോൺ j omega, വേർ omega is a frequency, j is just a imaginary value ആണ് അസോസിയേറ്റ് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇനി ആ തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സി എപ്പോഴും ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിരിക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നതാണ് എടുക്കുന്നത്. ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് h of j omega ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടുന്നതാണ് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദി RHS സൈഡ് ഓൾസോ. ഇവിടെ നമുക്ക് കിട്ടി ഈ സൈഡിൽ, ഇവിടെ നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ എടുക്കുക
അല്ലെ. ഇനിയിപ്പോ ശ്രദ്ധിച്ചാൽ നമ്മൾ ഇവിടെ ആബ്സല്യൂട്ട് എടുക്കുമ്പോൾ നമ്മൾ ന്യൂമറേറ്ററിന്റെ ഈ ഒരു പാർട്ട് എടുത്ത് ന്യൂമറേറ്ററിന്റെ ആബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ബേസിക്കലി ഇക്വേഷൻ ഇങ്ങനെ വരുന്നത്, ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ജെ ഒമേഗ ആർ സി എന്ന് പറയുന്നത് വിൽ ബി സ്ക്വയർ റൂട്ട് ഓഫ് നമ്മുടെ ഒമേഗ ആർ സി ദ ഹോൾ സ്ക്വയർ. ഒമേഗ ആർ സി ഹോൾ സ്ക്വയർ എത്രയാണ്? ഒമേഗ ആർ സി തന്നെയാണ്. അതാണ് ഇവിടെ കിട്ടിയത്. അതുപോലെ ഡിനോമിനേറ്റർ പാർട്ട് കണ്ടോ, അപ്പൊ അതിന്റെ നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ എടുത്തിട്ട് സ്ക്വയർ അപ്പ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? സ്ക്വയർ റൂട്ട് ഓഫ് ഈ റിയൽ പാർട്ടിന്റെ സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് ഈ ഇമാജിനറി പാർട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഇസ് ഒമേഗ ആർ സി സ്ക്വയർ ചെയ്യാം. മനസ്സിലായോ? ആൻഡ് 1 സ്ക്വയർ എന്ത് തന്നെയോ 1 എന്ന് തന്നെ കിട്ടും. ഒമേഗ ആർ സി സ്ക്വയർ അതുപോലെ ഇടും. സോ ദിസ് ഇസ് സെക്കൻഡ് പാർട്ട്. അപ്പൊ ഈ എൻറ്റയർ ടേമിന്റെയും ആബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ ന്യൂമറേറ്ററിന്റെ ആബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ ഒമേഗ ആർ സി ഡിവൈഡ് ബൈ താഴത്തെ ടേം റൂട്ട് ഓഫ് 1 പ്ലസ് ഒമേഗ ആർ സി ദ ഹോൾ സ്ക്വയർ. അപ്പൊ ദിസ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം, അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ആൻഡ് ഈ ഒരു ടേം ഈ ഹെച്ച് ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത് ബേസിക്കലി എന്തായിരുന്നു? എവിടെ നിന്നാണ് കിട്ടിയത്? അത് ഹെച്ച് ഓഫ് ജെ ഒമേഗ എന്നാണ് കിട്ടിയത്. വാട്ട് വാസ് ഹെച്ച് ഓഫ് ജെ ഒമേഗ? വി നോട്ട് ബൈ വി ഐ. മനസ്സിലായോ? അപ്പൊ ഹെച്ച് ഓഫ് ജെ ഒമേഗ എന്ന് കേട്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഹെച്ച് ഓഫ് ജെ ഒമേഗ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബേസിക്കലി എന്താണ്? കണ്ടോ, ഗെയിൻ ആണ്. ദാറ്റ് ഇസ് വി നോട്ട് ബൈ വി ഐ ആണ്. കണ്ടോ, മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എച്ച് ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വലൻ ടു ദ ടേം ഗെയിൻ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു വി നോട്ട് ബൈ വി ഐ. ദാറ്റ് ഇസ് റേഷ്യോ ബിറ്റ്വീൻ ഔട്ട്പുട്ട് ഇൻപുട്ട് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഒരു ടേം ആണ് എന്താണ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഹൈ പാസ് ഫിൽട്ടർ ആയതുകൊണ്ട് വാട്ട് ഇസ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ. സോ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈസ് ദാറ്റ് ഫ്രീക്വൻസി at which the output voltage becomes 70.7% of the input voltage. അതായത് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? വി ഇൻ അല്ലെ. വി ഇൻ എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്താൽ അതായത് അത് കാരണം എനിക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ആ ഔട്ട്പുട്ട് വോൾട്ടേജ് 70.7% ഓഫ് ഇൻപുട്ട് ആവുന്ന ടൈമിലുള്ള ഏത് ഫ്രീക്വൻസി ആണോ ആ ഫ്രീക്വൻസിയാണ് ഞാൻ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ആ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം നമുക്ക്. ഓക്കെ, അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അറിയാം. സി, നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 70.7% ഓഫ് വി ഇൻ ആവണമെങ്കിൽ എനിക്ക് ഇതിനെങ്ങനെ പറഞ്ഞൂടെ? വി ഔട്ട് ബൈ വി ഇൻ ഷുഡ് ബി 70.7% എന്ന് എനിക്ക് പറഞ്ഞൂടെ? ഈ 70.7% മാറ്റി ഒരു വാല്യൂ ആയിട്ട് എഴുതുന്നതാണ് 1/√2 എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? സി, വി നോ ദാറ്റ് ഗെയിൻ എന്ന് പറയുന്ന സംഭവത്തിനെയാണ് ഞാൻ വി നോട്ട് ബൈ വി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് അതിനല്ലേ നമ്മളിപ്പോ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എച്ച് ഓഫ് ജെ ഒമേഗ സി എന്ന് പറഞ്ഞേ അല്ലേ? അപ്പോ ആ ഒമേഗ എന്ന് പറയുന്ന വാല്യൂ ഒമേഗ സി, അതാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. അതാണ് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എച്ച് ഓഫ് ജെ ഒമേഗ സി എന്ന് പറയുന്നത്. ആ ടൈമിൽ, അതായത് കട്ട് ഓഫ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് നമ്മുടെ ഗെയിൻ എത്രയാവും? 1/√2 ആവും. ദാറ്റ് ഇസ് 70.7% ആവും എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സി, ഈ ഒരു എക്സ്പ്രഷൻ നമ്മളിപ്പോ കണ്ടുപിടിച്ചുള്ളൂ തൊട്ട് മുന്നേ. ഏതാണ് എക്സ്പ്രഷൻ നമ്പർ? നമ്മൾ 3 എഴുതിയില്ലേ? ഇവിടെ കണ്ടോ, ഒമേഗ ആർ സി ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ഒമേഗ ആർ സി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/√2 ഇക്വേറ്റ് ചെയ്തൂടെ? ഇനി ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഈ ഒമേഗ സിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടേ. അപ്പൊ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കിയാൽ നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാണ്. അപ്പൊ ഇവിടുത്തെ സ്ക്വയർ റൂട്ട് മാറി ഇവിടെ നമ്മൾ ഹോൾ തിങ്ങിനെ നമ്മൾ സ്ക്വയർ ചെയ്യാണ്. അപ്പൊ താഴെ ഒരു സ്ക്വയർ റൂട്ട് ഉള്ളത് മാറി മുകളിൽ സ്ക്വയർ ആയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ക്രോസ് മൾട്ടിപ്ലൈ ഞാൻ ചെയ്യാണ്. അപ്പോ 2 ടൈംസ് ഒമേഗ ആർ സി ദ ഹോൾ സ്ക്വയർ. അതുപോലെ ഇവിടെയോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം ഇങ്ങോട്ട് വരും. അങ്ങനെ വന്നു. ഇനി നോക്കിയേ, ഇവിടെ 2 ടൈംസ് ഒമേഗ സി ആർ സി സ്ക്വയർ, ഇവിടെ ഒമേഗ സി ആർ സി ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 2 - 1 becomes 1 ടൈംസ് ഒമേഗ സി ആർ സി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 ആയിട്ട് മാറില്ലേ? അല്ലെ? ഇനി ഈ സ്ക്വയറിനെ നമ്മളിപ്പോ രണ്ട് സൈഡ് ഞാൻ സ്ക്വയർ റൂട്ട് എടുത്താൽ എന്ത് പറ്റുന്നുണ്ട്? ഇവിടെ ഒമേഗ ആർ സി വരും. ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 1 is 1 itself. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒമേഗ സി ഈക്വൽ ടു 1/RC എന്ന് എനിക്ക് എഴുതാൻ പറ്റും അല്ലെ? ആൻഡ് വി നോ ദാറ്റ് ഒമേഗ സി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്. ആൻഡ് ഒമേഗ സിനെ നമുക്ക് 2πfc ആയിട്ട് എഴുതാൻ പറ്റും. വേർ എഫ് സി ഇസ് എ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും അല്ലെ? അപ്പൊ ഒമേഗ ഈക്വൽ ടു 2πf എന്ന ഫോർമുല നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയാൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലെറ്റ് ദിസ് ബി വൺ ഇക്വേഷൻ ആൻഡ് സി വി ഏർലിയർ നമ്മൾ ഇവിടെ പറഞ്ഞ എന്താണ്? ഒമേഗ സി ഈക്വൽ ടു 1/RC നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ അതൊന്നും നമുക്കറിയാം അല്ലെ? ഒമേഗ സി എന്ന് പറയുന്നത് ആർ സി ആണെന്നും എനിക്കറിയാം, 2πfc ആണെന്നും എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഐ കൻ ഇക്വേറ്റ് ലൈക്ക് ദിസ്. വി നോ ദാറ്റ് ഒമേഗ സി ഈക്വൽ ടു 1/RC
ആൻഡ് വി നോ ദാറ്റ് ഒമേഗ സീനെ നമുക്ക് 2πfc ആയിട്ടും എഴുതാൻ പറ്റുമെങ്കിൽ ഇക്വേറ്റ് ദീസ് ടു. ദാറ്റ് ഇസ് 1/RC equal to 2πfc ആണെങ്കിൽ fc equal to 1/2πRC is the cutoff frequency of a first order RC high pass filter. മനസ്സിലായോ? സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ദ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇതും ഇമ്പോർട്ടന്റ് ആണ്, ന്യൂമറിക്കലിന് ആവശ്യമുള്ളതാണ് ഈ പ്രോബ്ലം ഒക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ. ഓക്കെ, ഇനി നോക്കി നമുക്കിവിടെ ഈ അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അതായത് നമ്മുടെ ഫ്രീക്വൻസി നമ്മുടെ ഇതുപോലെ ചോദിക്കും. സി, നമ്മുടെ ലോ ഫ്രീക്വൻസി ആവുന്ന ടൈമിലും ഹൈ ഫ്രീക്വൻസി ആവുന്ന സമയത്തും കട്ട് ഓഫ് ഫ്രീക്വൻസിയിലും എങ്ങനെയാണ് നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്ന ഈ ഗ്രാഫ് ഇരിക്കുന്നത് ഫോർ ഹൈ പാസ് RC ഫിൽറ്റർ എന്ന് ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നോക്കേ, ഇപ്പൊ വെൻ നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ FC നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി ഇസ് ലെസ് ദാൻ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണെങ്കിൽ, മനസ്സിലായോ? ഐഡിയലി നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെ ഇരിക്കണം എന്ന് പറയുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഐഡിയലി, ഓക്കെ, ദിസ് ഇസ് ഐഡിയലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. ദിസ് ഇസ് ഫ്രീക്വൻസി വേഴ്സസ് ദിസ് ഇസ് ഗെയിൻ ആണ്. ഗെയിൻ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ്, എങ്ങനെ പറയുന്നത്, h ഓഫ് j ഒമേഗ അല്ലെങ്കിൽ വി ഔട്ട് ബൈ വി ഇൻ ആണ് ആ ഒരു y ആക്സിസ്. അപ്പൊ നമ്മുടെ ഗ്രാഫ് ശരിക്കും ഇങ്ങനെ ഇരിക്കേണ്ടത്. ഇതൊരു ഹൈ പാസ് ഫിൽറ്റർ ആകുമ്പോൾ ഇങ്ങനെയാണ് ഐഡിയലി പോകേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ബാൻഡ് എന്നും ഇതിനെ പാസ് ബാൻഡ് എന്നും പറയും. കാരണം എന്താണെന്ന് അറിയുമോ? ഇപ്പൊ ഇവിടെ 0 തൊട്ട്, ഇത് നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണെങ്കിൽ 0ക്കും കട്ട് ഓഫ് ഫ്രീക്വൻസി ഇടയ്ക്കുള്ളത് നമ്മൾ ലോ ഫ്രീക്വൻസി സിഗ്നൽ എന്ന് പറയും. അതിന് ശേഷമുള്ളതെല്ലാം നമ്മൾ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് എന്ന് പറയും. അപ്പൊ മീനിങ് എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ലോ ഫ്രീക്വൻസി സിഗ്നൽസ് വരുന്ന സമയത്ത് ഈ സിസ്റ്റം എന്ത് ചെയ്യും? അതിനെ കടത്തിവിടില്ല. അതുകൊണ്ടാണ് ഇവിടെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആക്കിയിട്ടേ. എന്നിട്ട് കട്ട് ഓഫ് ഫ്രീക്വൻസി കഴിയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ത്രെഷോൾഡ് ആണ്. അതിനുശേഷം വരുന്നത് എല്ലാം ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിനുശേഷം വരുന്നത് എല്ലാം പാസ് ചെയ്ത് വിടും. അതുകൊണ്ട് പാസ് ബാൻഡ് ആവുന്നുണ്ട്. സോ ഈ സ്റ്റോപ്പ് ബാൻഡിന്റെയും പാസ് ബാൻഡിന്റെ ഇടയ്ക്ക് ഉള്ള ഒരു ത്രെഷോൾഡ് ആണ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്ലിയർ? പക്ഷേ നമ്മൾ ഇതിപ്പോ ഐഡിയലി വരയ്ക്കുന്ന കർവ് ആണ്. പക്ഷെ പ്രാക്ടിക്കലി വരയ്ക്കുമ്പോൾ ഈ കർവ് എങ്ങനെ പോകും? ഈ കർവ് ഇങ്ങനെ ലീനിയർ ആയിട്ടായിരിക്കും വരുന്നത്. ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു അബ്രപ്റ്റ് ആയിട്ട് മാറാണ്ട് ലീനിയർലി പോകും. ആ ഗ്രാഫാണ് ആക്ച്വലി ഇത് ഇവിടെ കാണിച്ചേക്കുന്നത്. സെയിം തിങ് അല്ലേ? അതെ. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ താഴെ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഫ്രീക്വൻസി ഇസ് ബിറ്റ്വീൻ 0 to FC ആണെങ്കിൽ എന്ത് പറ്റും? അസ്യൂം ചെയ്യുന്ന ഫ്രീക്വൻസി ഈക്വൽ ടു FC ആണെങ്കിൽ, എഫ് ഇസ് ഈക്വൽ ടു FC ആണെങ്കിൽ എന്ത് പറ്റും? എഫ് ഇസ് ഗ്രേറ്റർ ദാൻ FC ആണെങ്കിൽ എന്ത് പറ്റും? അതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്രീക്വൻസി എഫ് ഇസ് ലെസ് ദാൻ FC ആണെങ്കിൽ എന്ത് പറ്റും? ഇങ്ങനെയുള്ള ഓരോരോ കേസസ് ആണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് കേസ് നോക്കേ, അറ്റ് ലോ ഫ്രീക്വൻസി, അതായത് നമ്മൾ എടുക്കുന്ന ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ FC ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഒമേഗ RC എന്ന് പറയുന്ന ടേം വിൽ ബി ലെസ് ദാൻ 1 ആവും. അതായത് നമ്മൾ ഇവിടെ എടുത്തില്ലേ, ഇവിടെ നമ്മൾ എഴുതിയ എക്സ്പ്രഷൻ കണ്ടോ? ഒമേഗ RC എന്ന് പറയുന്ന ടേം ഈക്വൽ ടു 1 എന്ന് എഴുതിയില്ലേ, അത് ലെസ് ദാൻ 1 ആവും. മനസ്സിലായോ? ഒമേഗ RC എന്ന് പറയുന്ന ടേം വിൽ ബിക്കം ലെസ് ദാൻ 1 ആവും. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇവിടെ നിന്നല്ലേ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഒമേഗ RC ലെസ് ദാൻ 1 ആവുമ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താവും? അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് മാറും. മനസ്സിലായോ? അപ്രോക്സിമേറ്റ്ലി 0 ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോക്കുമ്പോൾ കണ്ടോ, കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് താഴെയാണെങ്കിൽ ഐഡിയലി നമ്മൾ പറയുമ്പോൾ എന്താണ്? 0 ആണ് വരേണ്ടത്, 0 ആംപ്ലിറ്റ്യൂഡ് വരേണ്ടത് ഇവിടെ. ഓക്കെ, ഇനി അറ്റ് ദിസ് കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ എന്ത് പറ്റുന്നുണ്ട്? കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈമില് ഒമേഗ RCയുടെ വാല്യൂ ഈക്വൽ ടു 1 ആവുമ്പോൾ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്താവും? 1/√2 അല്ലെങ്കിൽ 0.707 അല്ലെങ്കിൽ 70.7% ആവും. അപ്പൊ ആ ടൈമില് വി നോട്ട് ഈക്വൽ ടു 0.707 ടൈംസ് വി ഐ എന്ന് എഴുതാൻ പറ്റും. അതായത് ഈ ഗ്രാഫ് നോക്കേ, ഇവിടെ കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിട്ട് അതിനെ ഞാൻ ഇവിടെ മേലോട്ട് പ്ലോട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുന്ന ടൈമില് കണ്ടോ, എടുക്കുന്ന സമയത്ത് ഇത് എന്താവും? ആക്ച്വലി നമ്മുടെ ഗെയിൻ ആണ്. ആ ടൈമിൽ ഔട്ട്പുട്ട് വിൽ ബി 70.7% ഓഫ് ഇൻപുട്ടിന്റെ അത്ര ആയി കഴിഞ്ഞു. മനസ്സിലായി? ഗ്രാഫ് ഇങ്ങനെ വളരുന്നുണ്ടോ? ഇത്രയും പോകുന്നുണ്ടോ? അപ്പൊ ഇത് മാക്സിമം ഔട്ട്പുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ടിന്റെ 70.7% ഇവിടെ വരെ ആയപ്പോ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ആൻഡ് ഈ ഫ്രീക്വൻസി, കട്ട് ഓഫ് ഫ്രീക്വൻസിനെ നമ്മൾ -3 dB ഫ്രീക്വൻസി എന്ന് വിളിക്കാറുണ്ട്. അതിനൊരു റീസൺ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ചോദിച്ചിട്ടുള്ള ഒരു നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസിനെ -3 dB ഫ്രീക്വൻസി എന്ന് പറയാനുള്ള കാരണം എന്നാ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയാൽ അറ്റ് ഹൈ ഫ്രീക്വൻസി എന്താ സംഭവിക്കുന്നത്? എഫ് ഗ്രേറ്റർ ദാൻ FC ആകുന്ന സമയത്ത് എന്ത് പറ്റും? ഈ ഒമേഗ RCയുടെ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ആവും. അതായത് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഓഫ് H എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആവും. അതായത് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്തു. അപ്പൊ അത് കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു ഇൻപുട്ട് ആവും.
അപ്പൊ അതുകൊണ്ടാണ് കണ്ടോ ഫ്രീക്വൻസി എഫിന്റെ ഗ്രേറ്റർ ദാൻ ആയപ്പോൾ അത് മാക്സിമം വാല്യൂ 1 അറ്റൈൻ ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് മൂന്നും കൊണ്ട് പ്ലോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് ഒരു അനാലിസിസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ -3 dB ഫ്രീക്വൻസി എന്ന് പറയാൻ കാരണം? നമുക്ക് ബേസിക്കലി നമ്മൾ പറഞ്ഞ എന്താണ്, കട്ട് ഓഫ് ഫ്രീക്വൻസി വെൻ എഫ് ഈക്വൾ ടു എഫ് സി ആയപ്പോൾ V0 ഈക്വൾ ടു 0.707 ടൈംസ് വി ഐ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലെ. ഇനി ആ ഒരു പാർട്ടിക്കുലർ ഫ്രീക്വൻസി എഫ് സിയിലുള്ള പവർ ഞാൻ എഴുതിയാൽ മനസ്സിലായോ, അതായത് എഫ് ഈക്വൾ ടു എഫ് സി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിക്കുലർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 70.7% ഓഫ് ഇൻപുട്ട് ആയി കഴിഞ്ഞു. അതേ ടൈമിലുള്ള എൻ്റെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് വിൽ ബി, ഇത് പെർസെൻറ്റേജ് മാറ്റി ന്യൂമറിക്കൽ എഴുതിയ 0.707 അല്ലേ, അത് നമ്മുടെ വോൾട്ടേജ് സ്ക്വയറിന് ഇക്വലന്റ് ആയിട്ട് മാറും. ഇത്രയുള്ള മീനിങ്. ഇഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0.707 ടൈംസ് വി ആണെങ്കിൽ അതിന്റെ പവർ എന്ന് പറയുന്നത് 0.707 സ്ക്വയർ ടൈംസ് ഇൻപുട്ട് പവറിന് ഇക്വലന്റ് ആയിരിക്കും. നമ്മൾ ഇവിടുത്തെ ഇതൊരു പവർ ടേം അല്ലേ, ആ പവറിനെ നമ്മൾ ഇതൊരു വോൾട്ടേജ് ടേം അല്ലേ, ഇതിനെ നമ്മൾ പവർ ആക്കി മാറ്റണമെങ്കിൽ സ്ക്വയർ അപ്പ് ആക്കണം എന്നാണ് മീനിങ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കേ, പവർ ഈക്വൽ ടു 0.707 സ്ക്വയർ ഇൻറ്റു പി ഐ എന്ന് വെച്ചാൽ 0.707 സ്ക്വയർ എത്രയാണ്? 0.5. മനസ്സിലായി? അതായത് എങ്ങനെ പറയാൻ പറ്റും? P0 ഈക്വൽ ടു ഹാഫ് ടൈംസ് പി ഐ ഇൻ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അതായത് ഈ ഒരു പാർട്ടിക്കുലർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിലെ എൻ്റെ ഔട്ട്പുട്ട് പവർ ഇൻപുട്ട് പവറിന്റെ നേർ പകുതി ആയിരിക്കും. മനസ്സിലായോ? ഈ ഒരു പാർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള എൻ്റെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഞാൻ എത്രയാണോ പവർ കൊടുക്കുന്നത് അതിന്റെ നേരെ പകുതി ആയിരിക്കും എനിക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിനെ എനിക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ എഴുതിയില്ലേ, ഇതിനെ എനിക്ക് ഡെസിബിൾസിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം പവറിനെ നമ്മൾ വാട്ട്സിലും ഡെസിബിൾസിലും എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതിനെനിക്ക് ഡി ബി സ്കെയിലിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഫോർമുല എന്താണ്? എനി വാല്യൂ 2 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ എനിക്ക് ഡി ബിയിലോട്ട് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് 10 log to the power 10 base 10 of 2 ചെയ്താൽ മതി. മനസ്സിലായോ? ഇതിനെ നമ്മൾ എന്തിനാ ചെയ്യുന്നത്? ടു കൺവേർട്ട് ടു ഡി ബി സ്കെയിലിൽ കൺവേർട്ട് ചെയ്യാൻ 10 log to the base 10 ഓഫ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 10 log to the base 10 ഓഫ് P0 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഈ ഒരു വാല്യൂ എന്തായിട്ട് മാറും? 0.5. 10 log to the base 10 ഓഫ് 0.5 എന്ന് പറയുന്നത് -3.01 dB ആയിട്ട് മാറും. മനസ്സിലായോ? അതായത് ഈ ഒരു 0.5നെ നമ്മൾ ഡി ബി സ്കെയിലിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ -3 dB എന്നാണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇസ് ദാറ്റ് പോയിന്റ് അറ്റ് വിച്ച് ദ പവർ ഔട്ട്പുട്ട് പവർ ബിക്കംസ് ഹാഫ് ദ ഇൻപുട്ട് പവർ, അല്ലെങ്കിൽ ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഔട്ട്പുട്ട് പവർ ഇസ് ഈക്വൽ ടു -3 dB ടൈംസ് ഓഫ് ഇൻപുട്ട് പവർ. അതുകൊണ്ടാണ് ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിനെ ഞാൻ -3 dB ഫ്രീക്വൻസി, -3 dB കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാൻ കാരണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഷോർട്ട് നോട്ട് ആയിട്ട് പാർട്ടിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ -3 dB കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാൻ റീസൺ. ആൻഡ് ഒന്നോ ക്വസ്റ്റൻ ഉണ്ട്, പാർട്ട് ബിയിൽ ചോദിക്കാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റൻ ആണ്, റൈസ് ടൈമും ബാൻഡ് വിഡ്ത്തുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അതും ഈ 3 dB ഫ്രീക്വൻസി ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ അതും നമ്മൾ ഉടനെ പഠിക്കും. ഓക്കെ, ഇൻ ദി അപ്കമിംഗ് ലെക്ചേഴ്സ് നമ്മൾ അത് പഠിക്കുന്നതായിരിക്കും. ഇത് സെയിം ഇത് ചാപ്റ്റർ 1 ഓഫ് മോഡ്യൂൾ 1 ഇറ്റ്സെൽഫ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ദിസ് ഇസ് എ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്ത് പഠിച്ചു? ഹൈ പാസ് ആർ സി സർക്യൂട്ട് എന്താന്ന് പഠിച്ചില്ലേ? റൈറ്റ്. ഇനി ഈ ഹൈ പാസ് ആർ സി സർക്യൂട്ട് എടുക്കുമ്പോൾ ഈ സർക്യൂട്ടിന്റെ അകത്ത് ഞാൻ പല പല ഇൻപുട്സ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കാം, എനിക്കൊരു സ്ക്വയർ ഇൻപുട്ട് കൊടുക്കാം. ഇത് ഓരോന്നും കൊടുക്കുമ്പോൾ ഈ സർക്യൂട്ടിന്റെ അകത്ത് എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? അതായത് ഒരു ഹൈ പാസ് ആർ സി സർക്യൂട്ട്, നമ്മുടെ ഹൈ പാസ് ഫിൽറ്റർ എടുത്തു, ഞാൻ ഒരു സൈഡിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ടിൽ എന്ത് വേവ് ഫോമാണ് കിട്ടുന്നത്? ഞാൻ പറഞ്ഞു ഈ ഹൈ പാസ് ഫിൽറ്റർ എന്താണ്? ഇതൊരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ആണ്, ഒരു ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ആണ്. അപ്പൊ അതിലോട്ട് ഒരു ഇൻപുട്ട് വേവ് ഫോം കൊടുത്താൽ ഔട്ട്പുട്ടിന്റെ വേവ് എങ്ങനെയാ മാറുന്നത് എന്ന് അനാലിസിസ് പഠിക്കണം. കാരണം അത് വെച്ച് നിങ്ങൾക്ക് ന്യൂമറിക്കൽ ചോദിക്കും. അതാണ് ഹൈ പാസ് ആർ സി എന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ട് അല്ലെ. അപ്പൊ അതിലോട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ആണ്. വാട്ട് ഇസ് എ സ്റ്റെപ്പ് ഇൻപുട്ട്? അതിന്റെ സർക്യൂട്ട് ഞാൻ ഗ്രാഫ് വരയ്ക്കാം. ദിസ് ഇസ് ടൈം ആക്സിസ് and this is the amplitude of the signal എങ്കിൽ step input is a signal which starts from 0 origin and goes towards the right side, towards infinity like this. അപ്പോൾ എക്സ്പ്രഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ സ്റ്റെപ്പ് സിഗ്നൽ is u of t which has a value of, suppose this is a എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ it has an amplitude a for t greater than equal to 0.
ആൻഡ് t ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 0 അല്ലേ? ഇറ്റ് ബിക്കംസ് 0. ദിസ് ഇസ് എ സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുന്നത് സിഗ്നൽ. ക്ലിയർ അല്ലേ? അപ്പൊ ജസ്റ്റ് ഇമാജിൻ, അപ്പൊ ഇനീഷ്യലി നമ്മുടെ ഹൈപ്പർ സർക്യൂട്ട് എന്ന് വരയ്ക്കുകയാണ് ഞാൻ. ഇനീഷ്യലി ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ? കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നതാണ്? ഈ പറയുന്ന സ്റ്റെപ്പ് ഇൻപുട്ട് ഞാൻ എവിടെയാണ് കൊടുക്കുന്നത്? ഇവിടെയാണ് കൊടുക്കുന്നത്. കണ്ടോ? ഇങ്ങനെയാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത് ഈ സർക്യൂട്ട്. ദിസ് ഇസ് യുവർ ഇൻപുട്ട്. എവിടെയാണ്? വി ഇൻസൈഡ് കൊടുക്കുന്നത്. അപ്പൊ കൊടുക്കുമ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ, അതായത് ഇത് ടൈം ആക്സസ് കണ്ടോ? ഈ ടൈം ആക്സസിന്റെ ഇത് 0 ആണെങ്കിൽ, ഈ 0ക്ക് തൊട്ട് മുന്നെയാണ് 0 മൈനസ് എന്ന് പറയുന്ന ഇനീഷ്യൽ കണ്ടീഷൻ. 0ക്ക് തൊട്ട് ശേഷമുള്ള ആ ഒരു ഇൻസ്റ്റന്റ് ആണ് 0 പ്ലസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റന്റ്. അപ്പൊ നമ്മൾ നെറ്റ്വർക്ക് തിയറിയിൽ ശരിക്കും നമ്മൾ ട്രാൻസിയന്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ പഠിച്ചു. അതിൽ എന്താ ചെയ്യുന്നത്? ഒരു സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് പറയുന്നുണ്ട്? t=0 എന്ന് പറയുന്ന മൊമെന്റിലാണ് സ്വിച്ച് ക്ലോസ് ആവുന്നത്, അല്ലെങ്കിൽ സ്വിച്ചിങ് നടക്കുന്നത്. അപ്പൊ t=0 എന്ന് പറയുന്ന പോയിന്റിൽ ഇപ്പൊ ഇങ്ങനെ പറയാം, t=0 സ്വിച്ചിങ് നടന്നാൽ അതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ഇൻസ്റ്റന്റ് ആണ് t=0 മൈനസ്. അതിന് ശേഷമുള്ള ഒരു ഇൻസ്റ്റന്റ് ആണ് t=0 പ്ലസ്. മനസ്സിലായോ? t=0 ഉണ്ട്, t=0 മൈനസ് ഉണ്ട്, t=0 പ്ലസ് ഉണ്ട്. 3 ഇൻസ്റ്റൻസ് ആണ് എനിക്ക് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ 0 മൈനസില് എന്ത് പറ്റുന്നുണ്ട്? എന്റെ ഈ പറയുന്ന സ്വിച്ചിങ് നടക്കുന്നുണ്ടോ? ഇല്ല. t=0 സ്വിച്ചിങ് നടന്നു, അതിനുശേഷം തൊട്ടടുത്ത സെക്കൻഡ് ആണ് t=0 പ്ലസ് എന്ന് പറയുന്നത്. സോ ആ ഒരു കേസ് ഞാൻ അസ്യൂം ചെയ്താൽ, ജസ്റ്റ് ഇമാജിൻ, t=0 എന്ന് പറയുന്ന മൊമെന്റിലാണ് ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പ് സിഗ്നലിനെ ഞാൻ ഈ സർക്യൂട്ടിൽ ഇൻപുട്ട് ആക്കി കൊടുത്തത്. ക്ലിയർ ആയോ? എന്നാൽ t=0 പ്ലസ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഇൻസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഇല്ലേ, ആ ഇൻസ്റ്റന്റിൽ എന്താ സംഭവിക്കുന്നത്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജ് ഇസ് അപ്ലൈഡ്, കപ്പാസിറ്റർ, ഈ സിഗ്നൽ നേരെ ഫീഡ് ചെയ്യുന്നത് കപ്പാസിറ്ററിലോട്ടാണ് അല്ലേ? പക്ഷെ കപ്പാസിറ്റർ പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ്? കപ്പാസിറ്ററിന് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള വോൾട്ടേജിന് റെസ്പോണ്ട് ചെയ്തില്ല. അല്ലെങ്കിൽ നമ്മളൊരു കപ്പാസിറ്റർ അതിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0 ആയിട്ടാണ് ഇരിക്കുകയാണ്. അത് സമാധാനമായിട്ട് അതിന് അക്രോസ് വോൾട്ടേജ് ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന സാഹചര്യത്തില് ഇമ്മീഡിയറ്റ്ലി ഞാൻ ഒരു വോൾട്ടേജ് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇതൊരു കപ്പാസിറ്റർ ആയിരുന്നു. ഓക്കെ, ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഉണ്ടോ? വോൾട്ടേജ് 0 ആണ്. കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് 0 ആണ്. മനസ്സിലായോ? അങ്ങനെ ഇരിക്കവേ സഡൻലി ഇതിന്റെ ഇൻപുട്ട് സൈഡിൽ ഞാനൊരു എന്ത് കൊടുത്തു? ഞാനൊരു സ്റ്റെപ്പ് ഇൻപുട്ട് സിഗ്നൽ, അതൊരു സിഗ്നൽ തന്നെയാണ്, അത് കൊടുത്താൽ കപ്പാസിറ്റർ എന്ത് ചെയ്യില്ല? മൈൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ആ സിഗ്നൽ വരുമ്പോഴേക്ക് ഇത് റെസ്പോണ്ട് ചെയ്യില്ല. റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? റെസ്പോണ്ട് ചെയ്താലേ കപ്പാസിറ്റർ എന്ത് ചെയ്യുള്ളൂ? ചാർജ് ചെയ്യത്തുള്ളൂ അല്ലെ? ഇവിടെ ഞാനൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്താൽ ആ ഇൻപുട്ട് സിഗ്നലിന്റെ വോൾട്ടേജ് ഇപ്പൊ ഇങ്ങനെ പോകുന്ന വിചാരിച്ചു, സ്റ്റെപ്പ് സിഗ്നൽ ഇങ്ങനെ പോകുന്നെങ്കിൽ ഈ സിഗ്നലിന്റെ വോൾട്ടേജ് 10 വോൾട്ട് ആണെങ്കിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും? കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ടൈം വേഴ്സസ് VC എന്ന് പറയുന്ന ഞാൻ ഗ്രാഫ് വരയ്ക്കുകയാണ്. വോൾട്ടേജ് ഓഫ് കപ്പാസിറ്റർ ആണ്, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് VC. ആ ഗ്രാഫ് എന്ത് ചെയ്യും? സ്ലോലി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ എത്രയാവും? ഇറ്റ് ബിക്കംസ് ഇക്വലന്റ് ടു 10 വോൾട്ട് ആയിട്ട് മാറും. എന്നിട്ട് പിന്നെ കുറച്ച് ഈ സിഗ്നലിനെ മാറ്റിയാൽ എന്ത് പറ്റും? അത് ഡിസ്ചാർജ് ചെയ്ത് അഗെയിൻ 0 വോൾട്ടിലോട്ട് വരും. പിന്നെയും അത് ചാർജ് ചെയ്യും, പിന്നെയും ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ആക്ച്വലി ഇങ്ങനെ മാറുന്നത്, ചാർജ് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻപുട്ടിൽ എന്താണോ കൊടുക്കുന്നത്, ഇൻപുട്ട് ഞാൻ 10 വോൾട്ട് ആണ് കൊടുത്തതെങ്കിൽ 10 വോൾട്ടിലോട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ചാർജിങ് ഡിസ്ചാർജിങ്. അപ്പൊ ഈ ഒരു പ്രോസസ് നടക്കുന്നത്, ചാർജിങ് ഡിസ്ചാർജിങ് കണ്ടിന്യൂസ് പ്രോസസ് ആണ് കപ്പാസിറ്ററിനകത്ത് നടക്കുന്നത്. പക്ഷേ നമ്മൾ ഇൻസ്റ്റന്റേനിയസ്ലി, മനസ്സിലായോ, പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റില് ഒരു വോൾട്ടേജ് പെട്ടെന്ന് എടുത്ത് കൊടുത്തിട്ട്, അതായത് t=0 എന്ന് പറയുന്ന ടൈമിലാണ് ഞാൻ ഈ സിഗ്നൽ കൊടുത്തത്, എന്നിട്ട് t=0 പ്ലസ് എന്നൊരു മൊമെന്റ് എടുത്തിട്ട് VC ഓഫ് 0 പ്ലസ് എന്ന് പറയുന്ന മൊമെന്റില് ഇതിന്റെ വോൾട്ടേജ് എക്കിയാൽ ഇമീഡിയറ്റ്ലി ഒരു ചേഞ്ച് വരുമോ? ഇല്ല. കാരണം കപ്പാസിറ്റർ അത് ഒപ്പോസ് ചെയ്യും. അപ്പോഴും അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ത് തന്നെയാണ്? 0 തന്നെ ആയിരിക്കും. അതാണ് ഇമ്പോർട്ടന്റ് തിങ് ടു അനലൈസ്. ഓക്കെ, കപ്പാസിറ്റർ ഓഫ് വോൾട്ടേജ് അറ്റ് 0 എന്ന് പറയുന്ന ഇൻസ്റ്റന്റില് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഇങ്ങനെ നോക്കുക, കപ്പാസിറ്റർ ഓഫ് വോൾട്ടേജ് അറ്റ് 0 മൈനസ് എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്? ഞാൻ അവിടെ സിഗ്നൽ കൊടുത്തിട്ടില്ല, അപ്പം അതിന്റെ വോൾട്ടേജ് 0 തന്നെയാണ്. അപ്പൊ എന്നിട്ട് തൊട്ടടുത്ത സെക്കൻഡില് നമ്മൾ VC ഓഫ് 0 എന്ന് പറഞ്ഞ അടുത്ത ഇൻസ്റ്റന്റിൽ എന്ത് പറ്റുന്നുണ്ട്? സിഗ്നൽ കൊടുക്കുകയാണ്. സിഗ്നൽ കൊടുക്കുന്ന ടൈമിൽ എന്ത് പറ്റുന്നുണ്ട്? നമ്മൾ തൊട്ട് മുന്നേ ഇരുന്ന സിറ്റുവേഷൻ എങ്ങനെയാണോ കപ്പാസിറ്റർ അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്ത് നോക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അപ്പോഴും 0 തന്നെ ആയിരിക്കും ഔട്ട്പുട്ട്. ഇനി അടുത്ത സെക്കൻഡിൽ VC ഓഫ് 0 പ്ലസ് എത്തുമ്പോൾ എന്ത് പറ്റും? അപ്പോഴും എന്ത് പറ്റും? നമ്മുടെ കപ്പാസിറ്റർ ഇൻസ്റ്റന്റേനിയസ്ലി റെസ്പോണ്ട് ചെയ്യില്ല.
അതുകൊണ്ട് അപ്പോഴും കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് കൂടില്ല, അത് ചാർജ് ചെയ്യില്ല, ഇറ്റ് വിൽ റിമെയിൻ അറ്റ് സീറോ ഇറ്റ് സെൽഫ്. അതാണ് ഇതിന്റെ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ദ പ്രോപ്പർട്ടി ഈസ് ദാറ്റ് കപ്പാസിറ്റർ cannot respond instantaneously to input signals. അപ്പൊ നിങ്ങൾ ആലോചിക്കും, കപ്പാസിറ്റർ ഒരു വോൾട്ടേജ് നമ്മൾ കൊടുത്തിട്ടും അത് ചാർജ് ചെയ്യില്ലെങ്കിൽ പിന്നെ അതിന്റെ ഉപയോഗം എന്താ? കാരണം കപ്പാസിറ്ററിന് സ്ലോലിയേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. കൊടുത്ത ഉടനെ അടുത്ത സെക്കൻഡ് അതിനെ ചാർജ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇറ്റ് ടേക്ക് സം ടൈം. എന്നിട്ട് അത് ഇവഞ്ച്വലി എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. അപ്പൊ അതാ ഇവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ ഫോർ സം ടൈം ടി വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0+ എന്ന് പറഞ്ഞ ടൈം. ആ 0+ കഴിഞ്ഞ് കുറച്ച് ടൈം കഴിയുമ്പോൾ എന്ത് ചെയ്യും? സ്ലോലി കപ്പാസിറ്റർ വോൾട്ടേജ് കൂടി തുടങ്ങും. 0ൽ നിന്ന് കൂടി ചിലപ്പോൾ 1 വോൾട്ട് 2 വോൾട്ട് അങ്ങനെ കൂടി എത്രയാണോ ഇൻപുട്ട് വോൾട്ടേജ് എത്തുന്നത്, അതിന്റെ വാല്യൂ കൊടുത്തേക്കുന്നത്, അത്രയും വോൾട്ടേജിലോട്ട് തന്നെ അത് ഇൻക്രീസ് ചെയ്ത് എത്തുന്നുണ്ട്. മനസ്സിലായോ? Okay, so this is what is happening in the case of a capacitor. Is this very clear to you? Okay, this should be very much clear to you. ഇതൊക്കെ നിങ്ങളുടെ ബേസിക്സ് ആണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ ബേസിക്സ് ആണ്. വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. സെയിം വേ ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇൻഡക്ടർ കനോട്ട് റിയേറ്റ് ഇൻസ്റ്റന്റേനിയസ്ലി ടു ചേഞ്ച് ഇൻ കറണ്ട് ആണ്. കപ്പാസിറ്റർ ചേഞ്ച് ഇൻ വോൾട്ടേജിലോട്ട് റെസ്പോണ്ട് ചെയ്യാത്തതുപോലെ ഇൻഡക്ടറിന് അക്രോസ് ഞാൻ ഇതുപോലെ സഡൻലി ഞാൻ ഒരു കറണ്ട് കൊടുത്താൽ ഇൻഡക്ടർ വർക്ക് ചെയ്യണമെന്ന് പറയുന്നാൽ അത് ചെയ്യില്ല. അത് എഗെയിൻ വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അത് എഗെയിൻ എന്ത് ചെയ്യുള്ളൂ? അതിന്റെ ചാർജിങ് പ്രൊസീജിയർ നടക്കുള്ളൂ. ക്ലിയർ ഇല്ലേ? ഓക്കെ, സോ ദാറ്റ് ഇസ് ഹാപ്പനിങ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ നോക്കേ, ഇനീഷ്യൽ കണ്ടീഷൻ, അതായത് നമ്മളിപ്പോ മനസ്സിലാക്കുക T=0- ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, 0+ 0ലാണ് ഞാൻ സ്റ്റെപ്പ് സിഗ്നൽ ഇൻപുട്ട് ആക്കി ഈ സർക്യൂട്ടിൽ കൊടുക്കുന്നത്, ഇങ്ങനെ കൊടുക്കുന്നത് ആ ടൈമിലാണ്. എന്നിട്ട് 0+ എന്ന് പറയുന്നത് ഒരു തൊട്ടടുത്ത സെക്കൻഡ്. അപ്പോ ഇനീഷ്യൽ കണ്ടീഷൻ പറയുന്നത് എന്താണ്? T=0+ ഞാൻ എടുക്കുകയാണെങ്കിൽ അപ്പൊ എന്ത് പറ്റുന്നുണ്ട്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സ്റ്റെപ്സ് ഇൻ വോൾട്ടേജസ് അപ്ഡേറ്റ് എന്ത് പറ്റുന്നുണ്ട്? കപ്പാസിറ്റർ ഇനീഷ്യലി അൺചാർജ്ഡ് ആണ്. അതിനകത്തുള്ള ചാർജ് വോൾട്ടേജ് എത്രയാണ്? 0 ആണ്. അതെവിടെ പറഞ്ഞേക്കുന്നത്? കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് നമ്മൾ എത്രയൊക്കെ എടുത്തു? 0 ആണ്. മനസ്സിലായോ? അപ്പൊ എന്നാൽ കപ്പാസിറ്റർ വോൾട്ടേജ് അതുപോലെ ഇറ്റ് കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. അതുകൊണ്ട് കപ്പാസിറ്റർ വോൾട്ടേജ് 0+ഉം 0 തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? എന്നാൽ അപ്പൊ ആ ടൈമിൽ എന്ത് ചെയ്യും? കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0 ആണെങ്കിൽ ആ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇറ്റ് ആക്ട്സ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. കാരണം അതുവഴി കറണ്ടിന് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇറ്റ് ആക്ട്സ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. അങ്ങനെ കപ്പാസിറ്റർ ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ കേസിൽ ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആക്ട് ചെയ്താൽ എന്ത് പറ്റുന്നുണ്ട്? ഇവിടുന്ന് വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന ഈ സ്റ്റെപ്പ് സിഗ്നൽ അതുപോലെ റിസീവ് ചെയ്ത് ഏതിന് അക്രോസ് ആയിട്ട് വരും? റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് വരും, ഇതിന് അക്രോസ് ആയിട്ട് വരില്ലേ? അല്ലേ? ആൻഡ് വി നോ ദാറ്റ് കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്താൽ ഇൻപുട്ട് വോൾട്ടേജ് അതുപോലെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരും, ആ VR അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജിലും വരും. അപ്പൊ നമ്മൾ എന്ത് പറയുന്നുണ്ട്? നമ്മുടെ ഇൻപുട്ട് സൈഡിൽ കൊടുക്കുന്ന ഈ VN എന്ന് പറയുന്ന വോൾട്ടേജ് അതുപോലെ തന്നെ ഈ കപ്പാസിറ്ററിന് അക്രോസ് പോലെ, കാരണം കപ്പാസിറ്റർ ഷോർട്ട് ആണ്, അപ്പൊ അതുവഴി ഫ്രീ ഫ്ലോ ആയിട്ട് കറണ്ടിന് പോകാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ഒരു വോൾട്ടേജ് കൊടുത്താൽ അത് അതുപോലെ എന്ത് ചെയ്യും? ഈ കപ്പാസിറ്റർ എന്ന് പറയുന്ന ഈ ലൈനിന് അക്രോസ് ആയിട്ട് അത് പാസ് ചെയ്ത് പോവും. മനസ്സിലായോ? അങ്ങനെ പാസ് ചെയ്ത് പോയാൽ എനിക്ക് ആ ഒരു മൊമെന്റിൽ പറയാം ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നതാണ് VC(0+) അല്ലെ? 0+ എന്ന് പറയുന്ന ആ ഇൻസ്റ്റന്റിലുള്ള കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VC(0+) ആണ്. ദാറ്റ് വിൽ ബി എക്സാക്ട്ലി ഈക്വൽ ടു VN തന്നെയല്ലേ? മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ VN എന്ന് പറയുന്ന വോൾട്ടേജ് അതുപോലെ തന്നെ കപ്പാസിറ്ററിന് അക്രോസും കാണും. കാരണം ഇവർക്കിടയിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒന്നും ഇല്ല, കപ്പാസിറ്റൻസ് എഫക്റ്റും ഇല്ല. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് വൺ തിങ് ടു അതായത് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് എൻറ്റയർ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന VN വിൽ ബി അക്രോസ് ദ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ മനസ്സിലാക്കുക, VN എന്ന് പറയുന്ന അതേ വോൾട്ടേജ് ഇതിന് അക്രോസ് കണ്ടു. ആൻഡ് സിൻസ് ഇപ്പൊ ഇതിപ്പോ ഒരു ഷോർട്ട് സർക്യൂട്ട് ആക്കി ഇരുന്നാൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VR ആണ്. അതിനും ഇൻപുട്ട് സൈഡിന്റെ ഇടയ്ക്ക് വേറെ നമുക്ക് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് നടത്താൻ എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക്, കാരണം കപ്പാസിറ്റർ ഇപ്പൊ ഇല്ല, ഷോർട്ട് സർക്യൂട്ട് ആയി. അതുകൊണ്ട് ഈ VRഉം VN നമുക്ക് സെയിം ആയിട്ട് പറയാൻ പറ്റും. മനസ്സിലായോ? എന്നാൽ വി ക്യാൻ സേ ദാറ്റ് അതാണ് നമുക്ക് എവിടെ സംഭവിക്കുന്നത്? ഇനീഷ്യൽ കണ്ടീഷനിൽ നടക്കുന്നത്. VC(0+) = VI എന്നും പറയാൻ പറ്റും. ഇനി ഫൈനൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ ഇനീഷ്യൽ കണ്ടീഷൻ പറഞ്ഞത് എപ്പോഴാണ്? T=0 നമ്മുടെ സിഗ്നൽ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് സെക്കൻഡിൽ വാട്ട് ഹാപ്പൻസ് നമ്മൾ അവിടെ പറഞ്ഞു.
ഇനി ഞാൻ ചെയ്യുന്നത് കപ്പാസിറ്റർ കുറച്ച് നേരം കഴിഞ്ഞു, ഇൻപുട്ട് സിഗ്നൽ ഇൻപുട്ട് സൈഡിൽ കൊടുത്തു, കുറച്ച് നേരം കഴിഞ്ഞു. അപ്പൊ കപ്പാസിറ്റർ എന്ത് ചെയ്യും? പതിയെ ചാർജ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? ചാർജ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എന്ത് പറ്റും? ആ കപ്പാസിറ്ററിന്റെ എഫക്റ്റ് അവിടെ വന്നു തുടങ്ങും. അവിടുത്തെ വി സി ഓഫ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ അതിന്റെ കപ്പാസിറ്റർ വോൾട്ടേജ് കൂടും. ആൻഡ് ഇതിന് പാരലായിട്ട് സീരീസ് ആയിട്ട് നമുക്ക് റെസിസ്റ്റർ ഉണ്ട്, അതിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജും എടുക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇവിടെ ഇൻപുട്ട് വോൾട്ടേജാണ് കൊടുക്കുന്നത്. അപ്പൊ എന്ത് പറ്റുന്നുണ്ട്? ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുന്ന സമയത്ത് ആഫ്റ്റർ ലോങ് ടൈം ആകുമ്പോൾ കപ്പാസിറ്റർ ഫൈനലി എന്ത് വരുന്നുണ്ട്? അതിന്റെ വോൾട്ടേജ്, കപ്പാസിറ്റർ വോൾട്ടേജ് ഇങ്ങനെ പറഞ്ഞാൽ അത് പതുക്കെ ഇനീഷ്യലി 0+ എന്ന് പറയുന്ന ഇൻസ്റ്റന്റിൽ എന്ത് പറ്റി? അത് 0 ആയിരുന്നു. എന്നിട്ട് പതുക്കെ അത് കൂടി 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 ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും അതിന്റെ വാല്യൂ എന്ത് പറ്റുന്നുണ്ട്? മാക്സിമം വാല്യൂ ആയിട്ട് അറ്റൈൻ ചെയ്യുന്നുണ്ട് അല്ലെ? അതായത് ഈ ഒരു പോയിന്റിൽ നമ്മുടെ വി ഔട്ട് എന്ന് പറയുന്ന വാല്യൂ, മാക്സിമം വാല്യൂ, വി സി എന്ന് പറയുന്ന വാല്യൂ അല്ലെ, കപ്പാസിറ്റർ വോൾട്ടേജ് അല്ലേ, അത് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആവും ആ ടൈം കഴിയുമ്പോഴേക്കും. അപ്പൊ അത് അപ്പോഴെന്ത് പറ്റും? നോ കറന്റ് ഫ്ലോസ് ത്രൂ ദ റെസിസ്റ്റർ. അങ്ങനെ ഫുള്ളി ചാർജ് ആവുമ്പോഴേക്കും പിന്നെ എന്ത് പറ്റുന്നുണ്ട്? കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയിട്ടിരുന്നാൽ അല്ലെ, ഫുള്ളി ചാർജ് ആയിട്ടിരുന്നാൽ നമ്മൾ എന്ത് പറയും? ആ കപ്പാസിറ്റർ വിൽ ആക്ട് ലൈക്ക് എ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ആ കപ്പാസിറ്റർ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ്. ഈ സാധനം ഇവിടെ ഇല്ലാതിരിക്കുന്നതിന് ഇക്വലന്റ് ആണ്. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് ഒരു കറന്റിന് ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റൂ? ഇല്ല, പാസ് ചെയ്യാൻ പറ്റില്ല. പാസ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? റെസിസ്റ്റർ വഴി കറണ്ട് പാസ് ചെയ്യില്ല. മനസ്സിലായോ? അതായത് ഈ സർക്യൂട്ട് വഴി പാസ് ചെയ്യുന്ന കറണ്ട് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. കറണ്ട് 0 ആവും. എന്നാൽ ഞാൻ ഈ ഔട്ട്പുട്ട് വോൾട്ടേജിനെ വി നോട്ട് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് പറയാൻ പറ്റും അല്ലെ? വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അതായത് ഐ ഇൻറ്റു ആർ ചെയ്യുമ്പോൾ 0 ഇൻറ്റു ആർ ഈക്വൽ ടു 0. ദാറ്റ് ഇസ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ദാറ്റ് ഇസ് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് ഇൻഫിനിറ്റി 0 ആയിട്ട് മാറുന്നുണ്ടെന്ന മീനിങ്. അപ്പൊ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷനിൽ ടി ഈക്വൽ ടു 0+ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ ഉടനെ എന്ത് പറ്റുന്നുണ്ട്? ആ ഇൻപുട്ട് നമ്മുടെ സ്റ്റെപ്പ് സിഗ്നൽ കൊടുത്ത ഉടനെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് തന്നെ കിട്ടും. മനസ്സിലായോ? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അതെങ്ങനെ സംഭവിച്ചത് ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ ഇനീഷ്യലി കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആക്കി ആക്ട് ചെയ്യുമ്പോൾ ഈ ഇൻപുട്ട് വോൾട്ടേജ് അതുപോലെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കാണും. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് തന്നെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദാറ്റ് ഔട്ട്പുട്ട് വി നോട്ട് എന്ന് പറയുന്നത് ഫോർ ദ ടൈം 0+ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റന്റില് വിൽ ബി ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും? വി ആർ തന്നെ ആയിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു വി ഇൻപുട്ട് തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇൻസ്റ്റന്റ്ലി കൊടുത്ത ഉടനെ വി ഔട്ട്പുട്ട് വി ഉണ്ടാവും. പക്ഷെ കുറേ നേരം കഴിയുമ്പോഴേക്കും എന്ത് പറ്റുന്നുണ്ട്? ആ റിലേഷൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ബിക്കം 0 ആവുന്നുണ്ട്. അതായത് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്ന ആ ഇൻസ്റ്റന്റിൽ മാത്രം നമുക്ക് സിഗ്നൽ കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. പിന്നെ എന്ത് വരുന്നു? കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയി പോവാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പ്രഷനെ, റെസ്പോൺസ് ടു സ്റ്റെപ്പ് ഇൻപുട്ടിനെ നമുക്കൊരു എക്സ്പ്രഷൻ ആയിട്ട് പറയാൻ പറ്റും. ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി വി ടൈംസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി, വേർ വി എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻപുട്ടിന്റെ ആ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. അതിനാണ് ഞാൻ വി ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആർ ഇസ് റെസിസ്റ്റൻസ്, ഈസ് കപ്പാസിറ്റൻസ്, ആർ സി എന്ന് പറയുന്ന ടോ ആണ് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. മനസ്സിലായി? താഴെ കൊടുത്തിരിക്കുന്ന ആർ സി ടേം അല്ലേ, അതാണ് ടൈം കോൺസ്റ്റന്റ്. അതുകൊണ്ട് വി നോട്ട് ഓഫ് ടി എന്ന് പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് എ ഹൈ പാസ് ഫിൽറ്റർ വിൽ ബി ഇൻപുട്ട് വോൾട്ടേജ് ടൈംസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ടോ എന്നും പറയാം, വേർ ടോ ഈസ് എ ടൈം കോൺസ്റ്റന്റ്. ഈ ടോ ഈക്വൽ ടു ആർ സി എന്ന് പറയുന്ന ടൈം കോൺസ്റ്റന്റ് ആണ് തീരുമാനിക്കാൻ പോകുന്നത് നമ്മുടെ ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്ന ഈ സർക്യൂട്ട്, അതിൻ്റെ അകത്തുള്ള കപ്പാസിറ്റർ എത്ര സ്പീഡിലാണ് ചാർജിങ് ഡിസ്ചാർജിങ് ചെയ്യുന്നത്. അതായത് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സാധനം കൂടുന്തോറും, മനസ്സിലായോ? ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ടൈം ആണ്. ഓക്കെ, ടൈം കൂടുന്തോറും നമ്മുടെ കപ്പാസിറ്റർ പതിയെ ചാർജ് ചെയ്യും ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. അതായത് ആർ സി എന്ന് പറയുന്ന ടൈം കോൺസ്റ്റന്റ് കൂടുമ്പോൾ ഇതാണ് ടി, ടോയുടെ വാല്യൂ കൂടി. അപ്പൊ നമ്മുടെ കപ്പാസിറ്റർ പതിയെ ചാർജ് ചെയ്യും, പതിയെ ഡിസ്ചാർജ് ചെയ്യും, ഇങ്ങനെ പോകും. മനസ്സിലായോ? ഇനി ഈ ടോയുടെ വാല്യൂ കുറവാണെങ്കിലോ, ഇറ്റ് മീൻസ് ദാറ്റ് കപ്പാസിറ്റർ റാപ്പിഡായിട്ട് സ്പീഡായിട്ട് ചാർജിങ് ഡിസ്ചാർജിങ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. അപ്പൊ ഇനി ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ ഫൈനൽ വേവ് ഫോം. അതായത് ഇത് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, ഒരു ഹൈ പാസ് ആർ സി സർക്യൂട്ട് എടുക്കുക, അതില് ഞാനൊരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ എന്റെ ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെ ഇരിക്കുന്നേ കാണാൻ, അങ്ങനെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. അതിന്റെ സൊല്യൂഷൻ ആണിത്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ ഇൻപുട്ടിൽ കണ്ട ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് സിഗ്നൽ ഇങ്ങനെ കൊടുത്താൽ
ആ സിഗ്നൽ കൊടുക്കുന്ന ആ മൊമെന്റില്, അതായത് 0+ എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ എന്ത് പറ്റുന്നുണ്ട്, നമ്മുടെ സിഗ്നല് ഔട്ട്പുട്ട്, ഇത് ഔട്ട്പുട്ട്, ഇത് ഇൻപുട്ട് ആണ്. ദിസ് ഇസ് യുവർ ഇൻപുട്ട് വി ഇൻ ആണെങ്കിൽ ദിസ് ഇസ് ഔട്ട്പുട്ട് വി നോട്ട് ആണ്. ആ വി നോട്ട് സഡൻലി എന്ത് ചെയ്യുന്നുണ്ട്, ആ മൊമെന്റിൽ ഇൻക്രീസ് ചെയ്യും. മനസ്സിലായി? കാരണം എന്താണ്, നമ്മൾ ഇനീഷ്യൽ കണ്ടീഷനിൽ കണ്ടായിരുന്നു ഔട്ട്പുട്ട് വി ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു വി ഇൻ ആയിരുന്നു. അപ്പൊ വി ഇൻപുട്ടിന്റെ ഇവിടുത്തെ റേഞ്ച് എ ആണെങ്കിൽ ആ എ എന്ന് പറയുന്ന റേഞ്ചിലോട്ട് ഇത് കയറും. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനുശേഷം കപ്പാസിറ്റർ പതിയെ ചാർജ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും എന്ത് പറ്റും, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് പതിയെ കുറയും. കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് മീനിങ് എന്താണ്, റെസിസ്റ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. കപ്പാസിറ്റർ ചാർജ് ചെയ്യും തോറും, അല്ല ഇപ്പൊ നമ്മുടെ സർക്യൂട്ടിങ്ങിനല്ലേ വരുന്നേ, നമുക്ക് ഇവിടെ കപ്പാസിറ്റർ ഇവിടെ റെസിസ്റ്റർ ആയതുകൊണ്ട് നമ്മുടെ ആദ്യം ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് എന്താണ്, കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ വിൻ അതുപോലെ വി ഔട്ടിൽ കിട്ടി, അല്ലേ? മനസ്സിലായി? എന്ന് വെച്ചാൽ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിന്റെ വാല്യൂ 10 വോൾട്ട് എന്ന് വിചാരിച്ചു. ഇനീഷ്യലി കപ്പാസിറ്റർ ചാർജ് ഇല്ല, അപ്പൊ അതിന് വോൾട്ടേജ് 0 വോൾട്ട് ആകുമ്പോഴേക്കും ഈ പറയുന്ന റെസിസ്റ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 10 വോൾട്ട് തന്നെ ആയിരിക്കും. കാരണം 0 വോൾട്ട് പ്ലസ് 10 വോൾട്ട് ആണ് ഈ 10 വോൾട്ടിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്തേക്കുന്നത്. ഇനി കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും കപ്പാസിറ്റർ ചാർജ് ചെയ്ത് അതിന്റെ വോൾട്ടേജ് 1 വോൾട്ട് ആകുമ്പോഴേക്കും റെസിസ്റ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയായിട്ട് മാറും, 9 വോൾട്ട്. അതുപോലെ ഇത് 2 വോൾട്ട് ആകുമ്പോഴോ ഇത് 8 വോൾട്ട് ആവും, ഇത് 3 വോൾട്ട് ആകുമ്പോഴോ ഇത് 7 വോൾട്ട് ആവും, അതുപോലെ ഇത് 10 വോൾട്ട് ആകുമ്പോഴോ ഇത് 0 വോൾട്ട് ആവും. മനസ്സിലായി? അതായത് കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയാൽ റെസിസ്റ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0 ആണെങ്കിൽ വി ഔട്ട് എത്രയായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ടാണ് കണ്ട ഈ ഗ്രാഫ് താഴോട്ട് ഇങ്ങനെ പോകുന്നത്. ആ വോൾട്ടേജ് കുറഞ്ഞു കുറഞ്ഞു പോകുന്നു, 10, 9, 8, 7 കുറഞ്ഞു കുറഞ്ഞു പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഈ ഒരു അനാലിസിസ് ഞാൻ ഇപ്പൊ ഈ പഠിപ്പിച്ച ഈ ഒരു 1 hour ക്ലാസ്സിലെ ഞാൻ ഇതുവരെ പഠിപ്പിച്ച സാധനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഓക്കെ, മനസ്സിലാക്കി നിങ്ങൾ 100% ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന മോഡ്യൂൾ 1 ബാക്കി എല്ലാം തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം ദിസ് ഇസ് ദ ബേസിക് ഫണ്ടമെന്റൽ. ഇത് പഠിച്ച് ഇത് ക്ലിയർ ആക്കി വെച്ച് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കി പ്രൊസീഡ് ചെയ്യാവൂ. കാരണം ഇപ്പൊ നമ്മൾ പഠിച്ചത് ഹൈ പാസ് ഫിൽട്ടർ ആണ്, അതിന്റെ റെസ്പോൺസോ പഠിച്ചേ. കാരണം ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടതെന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ RC ലോ പാസ് ഫിൽട്ടർ ആണ്. ഈ ലോ പാസ് ഫിൽറ്ററിന്റെ ഫംഗ്ഷനിങ്ങും നമ്മൾ ഇപ്പൊ പഠിച്ച പോലെ തന്നെ ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരും. നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതും, ഫ്രീക്വൻസി റെസ്പോൺസ് എഴുതും, മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എഴുതും. എന്നിട്ട് നമ്മൾ ഇവിടെയും കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഇവിടെയും ഗെയിൻ വരും, ഇവിടെയും നമുക്ക് എഗെയിൻ നമ്മൾ സെയിം തിങ് ജസ്റ്റ് ആസ് ബിഫോർ നമ്മൾ റെസ്പോൺസ് ടു സ്റ്റെപ്പ് ഇൻപുട്ട് പറയും. ഇതെല്ലാം ഡിക്റ്റോ പോലെ HPFന് സിമിലർ ആണ്, പക്ഷെ വർക്കിംഗ് മാറുന്നുണ്ട്. കാരണം എന്താന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ സാധനം പറയുകയാണെങ്കിൽ ഒരു ലോ പാസ് ഫിൽറ്റർ ആണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് ഓർഡർ RC ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അത് ലോ ഫ്രീക്വൻസിനെ കടത്തിവിടും, ഹൈ ഫ്രീക്വൻസിനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് Rന്റെ പൊസിഷൻ ഇവിടെയും Cന്റെ പൊസിഷൻ ഇവിടെ വരുന്നുള്ളതുകൊണ്ട് വർക്കിംഗ് എൻറ്റയർലി മാറുന്നുണ്ട്. പക്ഷേ ദ പ്രിൻസിപ്പിളും കപ്പാസിറ്ററിന്റെ ചാർജിങ് ഡിസ്ചാർജിങ് ആ എൻറ്റയർ തിങ് വിൽ ബി റിമൈനിങ് ദ സെയിം. സോ നിങ്ങൾക്ക് HPF ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ LPF ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം പച്ചവെള്ളം പോലെ മനസ്സിലാവും. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് ആ പോർഷൻ നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നതിന് സ്റ്റോറി പോലെ തന്നെ മനസ്സിലാക്കി നോട്ട് എഴുതിയെടുത്ത് ക്ലിയർ ആക്കിയിട്ടേ ഇതിന്റെ സെക്ഷനിൽ നമ്മളിനി പഠിക്കാൻ പോകുന്ന സെക്കൻഡ് ലെക്ചർ കാണാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ സെക്കൻഡ് ലെക്ചറിൽ നമ്മൾ ലോ പാസ് ഫിൽറ്ററും കഴിയും, ഡിഫറൻഷിയേറ്ററും ഇന്റഗ്രേറ്ററും നമ്മൾ തീർക്കും. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ച് ക്ലിയർ ആക്കി വെച്ചിട്ട് വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. ഓക്കെ, സോ അണ്ടിൽ ദെൻ താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസോ എന്തെങ്കിലും റിവ്യൂസോ പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോലും യു ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക് എ കമന്റ് ഇൻ ദി കമന്റ് ബോക്സ്. ഓക്കെ, സോ നമ്മുടെ ഈ എൻറ്റയർ സബ്ജക്റ്റും അനലോഗ് സർക്യൂട്ടിന്റെ ക്ലാസ് ഇപ്പൊ തന്നെ നമ്മുടെ KT ഓൺലൈൻ സ്റ്റഡി ആപ്പിൽ കംപ്ലീറ്റ്ലി അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള കുട്ടികൾ നേരെ എന്ത് ചെയ്യാം, KT ഓൺലൈൻ സ്റ്റഡി ആപ്പിൽ ചെല്ലുക. നമുക്ക് വെബ്സൈറ്റും ഉണ്ട്, ആൻഡ്രോയിഡ് ആപ്പും ഉണ്ട്. അതിൽ കയറുക. നിങ്ങൾ ആദ്യം ഫസ്റ്റ് ടൈം യൂസർ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്തേക്കുക. പക്ഷെ ഫസ്റ്റ് ഇയറിൽ തന്നെ ഇപ്പൊ എന്റെ IEEE സബ്ജക്ട് നെറ്റ്വർക്ക് കണ്ട കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ. അപ്പൊ നേരെ S3 കയറുക. S3 കയറുമ്പോഴേക്കും അനലോഗ് സർക്യൂട്ട്, SSD ഉണ്ട്, LCD ഉണ്ട്, നമ്മുടെ AIDS എന്ന് പറഞ്ഞ സബ്ജക്ട് ഉണ്ട്, മാത്സ് ഉണ്ട്. ഇത്രയും സബ്ജക്ട്സ് ആണല്ലേ. അപ്പൊ എല്ലാ മോഡ്യൂൾസിന്റെയും ഫസ്റ്റ് ഡെമോ ക്ലാസ്സസ് ഫ്രീ ആണ്, ഫസ്റ്റ് ക്ലാസ്സസ് ഫ്രീ ആണ്. അത് കണ്ട് നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത ഇൻസ്റ്റലിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സിന്റെ ആക്സസും കിട്ടും, നോട്ട്സും കിട്ടും, എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ പഠിച്ചിട്ട് വി വിൽ കണ്ടിന്യൂ ഇൻ ദി നെക്സ്റ്റ് ലെക്ചർ. ഓക്കെ എവരിവൺ, താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്.